നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ശബരിഗിരീശനെ പാടിയുണർത്തുന്ന മലയാളക്കരയുടെ കണ്ഠം, ഹരിഹരസുതനെ പാടിയുറക്കുന്ന ഹരിവരാസന പുണ്യം, ഞങ്ങൾ തൻ കരളിൽ വസിക്കുന്ന ദേവൻ ഗന്ധർവദേവൻ. ശബരിഗിരീശനെ പാടിയുണർത്തുന്ന മലയാളക്കരയുടെ കണ്ഠം, ഹരിഹരസുതനെ പാടിയുറക്കുന്ന ഹരിവരാസന പുണ്യം, ഞങ്ങൾ തൻ കരളിൽ വസിക്കുന്ന ദേവൻ ഗന്ധർവദേവൻ. ജാതിഭേദം മതദ്വേഷമെന്നാദ്യമായി പാടിനി ഞങ്ങൾ തൻ വഴി തെളിച്ചു. ജാതിഭേദം മതദ്വേഷമെന്നാദ്യമായി പാടിനി ഞങ്ങൾ തൻ വഴി തെളിച്ചു. ഗന്ധർവ ഗായക ഗന്ധർവ ഗായക, നിൻ സ്വരമില്ലെങ്കിൽ സംഗീത സാഗരത്തിരകളുണ്ടോ? സംഗീത സാഗരത്തിരകളുണ്ടോ? ശബരിഗിരീശനെ പാടിയുണർത്തുന്ന മലയാളക്കരയുടെ കണ്ഠം, ഹരിഹരസുതനെ പാടിയുറക്കുന്ന ഹരിവരാസന പുണ്യം, ഞങ്ങൾ തൻ കരളിൽ വസിക്കുന്ന ദേവൻ ഗന്ധർവദേവൻ. ചെമ്പൈതൻ ശിഷ്യത്വമേറ്റു ദിവ്യാത്ഭുത നാദത്തിനാധാരദേവനായി നീ. ചെമ്പൈതൻ ശിഷ്യത്വമേറ്റു ദിവ്യാത്ഭുത നാദത്തിനാധാരദേവനായി നീ. കണ്ണന്റെ സന്നിധി തുറന്നു തരാനാരും കണ്ടില്ല എന്നു നടിച്ചു നിന്നെ. കണ്ണന്റെ സന്നിധി തുറന്നു തരാനാരും കണ്ടില്ല എന്നു നടിച്ചു നിന്നെ.
ഉണർത്തുന്ന മലയാളക്കരയുടെ കണ്ഠം ഹരിഹരസുതനെ പാടിയുറക്കുന്ന ഹരിവരാസന പുണ്യം ഞങ്ങൾ തൻ കരളിൽ വസിക്കുന്ന ദേവൻ ഗന്ധർവദേവൻ. നിങ്ങളിപ്പോൾ കേട്ടത് ബോംബെ മലയാളിയായ ബാബുരാജ് മേനോൻ എഴുതി സംഗീതം നൽകി ഡോക്ടർ രേവതി ശിവകുമാർ പാടിയ പാട്ടാണ്. ഹൃദയപൂർവ്വം ദാസേട്ടന് 60 പതിറ്റാണ്ടിലേറെയായി സംഗീത ലോകത്തിന് ഗുരുനാഥനായ നാദവ്യാസന് അർപ്പിക്കുന്ന പാദപൂജ എന്നാണ് ബാബുരാജ് മേനോൻ ഈ ആൽബത്തെക്കുറിച്ച് പറയുന്നത്. ബാബുരാജ് മേനോൻ ഒരു സ്വന്തമായ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ അദ്ദേഹം ഇതുപോലെ തന്നെ പാട്ടുകളൊക്കെ എഴുതി സംഗീതം കൊടുത്ത് പാടി പിക്ചറൈസ് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. നല്ല പാട്ടുകൾ കേൾക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ബാബുരാജ് മേനോൻ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ മതി. നമസ്കാരം. മലയാളത്തിൻ്റെ അല്ല, ഇന്ത്യയിലെ പ്രിയപ്പെട്ട ഗാനഗന്ധർവന് 84 വയസ്സായി. 1000 പൂർണ്ണചന്ദ്രന്മാരെ അദ്ദേഹം കണ്ടു എന്നാണ്. ഈ 84 വയസ്സിനുള്ള പ്രത്യേകത അതാണല്ലോ, 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട പ്രായം. അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ ഇല്ല, അമേരിക്കയിലാണ്. കോവിഡ് വന്ന ശേഷം എന്തുകൊണ്ടോ അദ്ദേഹം പിന്നെ നാട്ടിലേക്ക് വന്നില്ല. ഭാര്യയും അദ്ദേഹവും കൂടി ഡള്ളാസിൽ എന്താണ് താമസിക്കുന്നത്. വിശ്രമ ജീവിതം അമേരിക്കയിലാവട്ടെ എന്ന് അദ്ദേഹം കരുതി കാണും. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് വിമർശിച്ചുള്ള സ്റ്റോറികളാണ് ചെയ്തിട്ടുള്ളത്. ഫോർട്ട് കൊച്ചിയിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം കേരളത്തിൽ കുറച്ച് കാലം ജീവിച്ചുള്ളൂ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളം അദ്ദേഹത്തിനെ ദൈവതുല്യമായി കൊണ്ടു നടക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ അദ്ദേഹം സിനിമാ ലൈഫ് തുടങ്ങിയപ്പോൾ അദ്ദേഹം മദ്രാസിലായിരുന്നു സ്ഥിരം സെറ്റിലായിരുന്നു. എന്തുകൊണ്ടോ അദ്ദേഹം കേരളത്തെ അവഗണിച്ച ഒരാളെന്ന് ഞാൻ പറയും. ഇനി അത് ഈ നല്ല കാര്യം പറയാൻ പോകുന്നിടത്ത് ചീത്ത പറഞ്ഞു എന്ന് പറയരുത്. ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ കഴിയുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിൽ എന്താ പ്രശ്നം? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആരോഗ്യ കാര്യത്തിലായാലും എല്ലാത്തിലും മുൻപന്തി നിൽക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് കേരളത്തിൽ ജീവിക്കുന്ന ഇഷ്ടമല്ല. ഒരു പക്ഷേ ദിവസവും വിളിച്ച് ഏതെങ്കിലും പ്രോഗ്രാമിനൊക്കെ വിളിക്കുമെന്നോ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുമെന്നോ ആരെങ്കിലുമൊക്കെ വന്ന് പഴയകാല സുഹൃത്തുക്കളൊക്കെ വന്ന് കാശ് കടം ചോദിക്കുമെന്ന് വിചാരിച്ചൊക്കെയാണോ അദ്ദേഹം അമേരിക്കയിൽ തന്നെ സ്ഥിരവാസം നടത്തുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അവിടെ ഏതൊരു പാർക്കിലിരുന്നിട്ട് അദ്ദേഹം വന്ധ്യവയോധികനായ ഗാനഗന്ധർവൻ ഒരു പാർക്കിലിരിക്കുമ്പോൾ ഒരു അണ്ണാൻ വന്ന് അദ്ദേഹത്തിൻ്റെ മടി കയറിയിരിക്കുന്ന വിഷ്വലൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി അദ്ദേഹം അവിടെ ജീവിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഓരോ മലയാളിക്കും അഭിമാനിക്കാം. 84 വയസ്സ് പിന്നിട്ടിപ്പോൾ ഒരാഴ്ചയാവുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് പത്രങ്ങളും ഇപ്പോൾ ഈ മാറ്ററുകളുടെ ദൗർലഭ്യം കൊണ്ടാണോ എന്നറിയില്ല, സിനിമാക്കാരുടെ എല്ലാ ഡീറ്റെയിലുകളും അന്വേഷിച്ചിരിക്കുന്നതാണ് പത്രക്കാരുടെ ഇപ്പോഴത്തെ പ്രധാന ജോലി. ഒരു സപ്തതിയോ ഒരു ഷഷ്ടിപൂർത്തിയോ ഒരു നവതിയോ എന്തെങ്കിലും കിട്ടിയാൽ മതി. എന്ത് കിട്ടിയാലും സ്പെഷ്യൽ ഇറക്കാൻ കാത്തിരിക്കുന്നവരാണിപ്പോൾ. ഇപ്പോൾ യേശുദാസിൻ്റെ എന്താ പറയുക 84 വയസ്സ് പോലും മനോരമയും മാതൃഭൂമിയും ചാനലുകളും എല്ലാം ആഘോഷിച്ചു. ഇപ്പോൾ പിന്നെ എറണാകുളത്താണെങ്കിൽ നമ്മുടെ നടൻ സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ യേശുദാസിൻ്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും സ്റ്റേജിൽ കയറുന്ന ദാസേട്ടാന്നൊക്കെ വിളിച്ചിട്ട് പാടി അങ്ങനെ സ്ഥിരം അത് മടുത്തു തുടങ്ങി. സിദ്ദിഖിന് മടുത്ത് കാണില്ല, പോട്ടെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട ആ വലിയ മനുഷ്യന് അർഹിക്കുന്നതിലും അപ്പുറം എന്താ പറയുക മലയാളി ആദരവ് നൽകി. അതിൻ്റെ ഭാഗം ഇന്ന് തന്നെ വെച്ചോളൂ. ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ ഇന്ന് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അധികം പേർക്ക് അറിയാൻ സാധ്യതയില്ലാത്ത കുറേ കൊച്ചു കഥകളാണ്. ദാസേട്ടനുമായി ബന്ധപ്പെട്ട കഥകളാണ്. തിരുവനന്തപുരം സ്വാതിരുന്നാൾ സംഗീത അക്കാദമിയിൽ യേശുദാസ് പഠിക്കാനെത്തി. അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് ഏറ്റവും അടുപ്പക്കാരനായിരുന്നു ചോദിച്ചാൽ ആനക്കമ്പക്കാരനായ ഒരു കുമാരൻ നായരായിരുന്നു. അദ്ദേഹമാണ് ആത്മാർത്ഥമായ സുഹൃത്ത്. ആസാമിൽ പോയി ആന വാങ്ങി ആനപ്പുറത്തിരുന്ന് അതിൻ്റെ പ്രൗഢിയോടെ വരലൊക്കെ ആയിരുന്നു ഈ കുമാരൻ നായരുടെ ഹോബി. അദ്ദേഹം മൃദംഗമാണ് സംസ്കൃത കോളേജിൽ സംഗീത കോളേജിൽ പഠിച്ചത്. കുമാരൻ നായർ മൃദംഗം വായിക്കുമ്പോൾ യേശുദാസ് പാടും. അത്രയ്ക്ക് മാനസികമായി അടുത്തവരായിരുന്നു രണ്ടുപേരും. അപ്പോൾ
ദാസേട്ടൻ പഠിക്കുന്ന കാലത്ത് ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരാണ് മ്യൂസിക് കോളേജിൻ്റെ പ്രിൻസിപ്പൾ. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കുമാരൻ നായരുമായിട്ട് നല്ല ബന്ധമുണ്ട്. ശിഷ്യനും ഗുരുവുമായിട്ട് എന്തോ ഒരു ആത്മബന്ധമുണ്ട്. അവർ എന്തോ അങ്ങനെ അധികം പേരെ അടുപ്പിക്കാത്ത മനുഷ്യനാണ്. പക്ഷേ കുമാരൻ നായരെ വിശ്വാസമായിരുന്നു, സ്നേഹമായിരുന്നു ചെമ്മാങ്കുടിക്ക്. ചെമ്മാങ്കുടിയോട് ഒരു ദിവസം യേശുദാസിൻ്റെ അവസ്ഥ കുമാരൻ നായർ തഞ്ചത്തിൽ പറഞ്ഞു. ഇവിടെ പഠിക്കാൻ കൊണ്ടാക്കുമ്പോൾ താഴെ മോഡൽ സ്കൂളിൻ്റെ എതിർവശത്തുള്ള മോഡേൺ കഫേയിൽ യേശുദാസിൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു, മോന് ആഹാരം കൊടുക്കണം, കാശ് ഒരു തുകയാകുമ്പോൾ ഞാൻ എത്തിക്കാം. കാരണം കയ്യിലില്ല, 10 പൈസ ഇല്ലാത്ത കാലമല്ലേ. ഭാഗവതരോടുള്ള ആരാധന കൊണ്ട് ഹോട്ടൽ റൂം പറഞ്ഞു, ശരി ആനന്ദ മോൻ്റെ ഇവിടെ ഒന്ന് കഴിച്ചോളാൻ പറയും. അന്ന് ഒരു ദോശയ്ക്ക് 6 അണയാണ്. ഒരെണ്ണ, അയ്യോ 6 അണയല്ല, ഒരെണ്ണ. 16 അണയാണ് 1 രൂപ. ഒരു ഊണിന് 50 പൈസ. അപ്പോൾ 1 രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ആഹാരം കുശാലായി കഴിക്കാം അക്കാലത്ത്. താമസം മാത്രമാണ് പ്രധാന പ്രശ്നം. ചെമ്മാങ്കുടിയുടെ കാർ ഷെഡിൽ യേശുദാസിനോട് കിടന്നോളാൻ ചെമ്മാങ്കുടി സമ്മതിച്ചു. ഒരു മേശ, ഒരു കസേര, ഒരു ബെഞ്ച് എന്നിവയും കൂടി കാർ ഷെഡിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ബെഞ്ചിൽ കിടക്കാം, മേശയിൽ പുസ്തകങ്ങളൊക്കെ വെച്ച് വായിക്കുകയും എഴുതിയൊക്കെ ചെയ്യാമല്ലോ. മണ്ണെണ്ണ വിളക്കം നൽകി. ചുമരിൽ ആണി അടിച്ചിട്ട് അതിൽ വസ്ത്രങ്ങളെല്ലാം തൂക്കിക്കൊള്ളാൻ പറഞ്ഞു. ഹാങ്ങറൊന്നുമില്ല, അലമാരിയൊന്നും ഇല്ലല്ലോ. ആഹാരമൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് കുമാരൻ നായരോട് ചെമ്മാങ്കുടി പ്രത്യേകം പറഞ്ഞു. യേശുദാസ് ചെമ്മാങ്കുടിയുടെ, അതായത് സ്വാതിനാൾ സംഗീത കോളേജിൻ്റെ പ്രിൻസിപ്പളിൻ്റെ കാർ ഷെഡിൽ താമസം തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിന് എന്തോ അവിടെ ചുമ്മാ കയറി താമസിക്കാനൊരു മടി. അതുകൊണ്ട് തന്നെ ചെമ്മാങ്കുടി പറയാതെ തന്നെ അദ്ദേഹം ചെമ്മാങ്കുടിയുടെ കാറ് കഴുകി വൃത്തിയാക്കി തുടച്ചിടുമായിരുന്നു, ഒരു പകരം ചെയ്യുന്നത് പോലെ. അപ്പോൾ കാഴ്ച വൈകല്യമുള്ള കുട്ടികളുടെ സ്കൂളിൽ ഒരു കച്ചേരി കുമാരൻ നായർ ഒപ്പിച്ചെടുത്തു. ദാസേ നിനക്ക് 30 രൂപ തരും, അവിടെ വാർഷികമാണ്, 30 രൂപ വാങ്ങിച്ചു തരാം, ചെയ്യുന്നോ എന്ന് ചോദിച്ചു. യേശുദാസ് സമ്മതിച്ചു. കാരണം 30 രൂപ ഒരു മാസത്തെ ആഹാരത്തിലുള്ള പൈസ ആയില്ലേ. കച്ചേരി നടത്തി, വലിയ വിജയമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. യേശുദാസ് ഇവിടുത്തെ പഠനം പാതി വഴിയിൽ നിർത്തി. പിന്നെ കൊച്ചിയിൽ RLVയിൽ പഠിച്ചു, തൃപ്പൂണിത്തുറയിൽ. അത് കഴിഞ്ഞ് അദ്ദേഹം മദ്രാസിൽ പോയി, ഭാഗ്യാന്വേഷിയായി പോയി. വലിയ വലിയ ഓഫറുകൾ കിട്ടി, ഒരുപാട് പാട്ടുകൾ പാടി പ്രശസ്തനായി. മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും പ്രിയപ്പെട്ട ഗായകനായി യേശുദാസ് പെട്ടെന്ന് വളർന്നു. മദ്രാശിയിൽ സ്വന്തം വീട്, ഗേറ്റ് വാച്ചർ ഒക്കെ ആയിട്ട് കാർ ഷെഡിൽ കിടന്ന് വളർന്ന മനുഷ്യൻ പെട്ടെന്ന് വളർന്നു. ഒരു നാൾ കുമാരൻ നായർ തൻ്റെ പഴയ സ്നേഹിതനെ കാണാൻ മദ്രാസിൽ അന്വേഷിച്ചു ചെന്നു. ഒരു സാധാരണ മുണ്ടും ഷർട്ടും ധരിച്ച ഒരു സാധാരണക്കാരൻ വാച്ച്മാൻ നിപ്പുണ്ട്. അയാളുടെ ചെന്ന് ആധികാരികമായി തന്നെ ചോദിച്ചു, യേശുദാസ് ഉണ്ടോ? എനിക്ക് അയാളെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വാച്ച്മാൻ കയറ്റി വിട്ടില്ല. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണെന്ന് എനിക്ക് തോന്നി. കാരണം ഒരു സാധാരണക്കാരനല്ലേ കുമാരൻ നായർ. വാച്ച്മാനായിട്ട് കശവശായപ്പോൾ യേശുദാസ് ഇറങ്ങി വന്നു. സുഹൃത്തിനെ കണ്ട് ഓടി വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ചെന്ന വാക്കിലെ കാര്യം പറഞ്ഞു, ഞാൻ വന്നത് ദാസേ, എനിക്കൊരു 10,000 രൂപ ഒന്ന് കടമാറ്റി തരണം, ഒരു ആനയെ വാങ്ങിക്കാനാ. ഒന്നും മിണ്ടാതെ, അയ്യോ നോക്കട്ടെ എന്നാൽ ഒന്നും പറയാതെ യേശുദാസ് 10,000 രൂപ കുമാരൻ നായർക്ക് കൊടുത്തു. കിട്ടുമ്പം മടക്കി തരും എന്ന് പറഞ്ഞിട്ടാണ് കുമാരൻ നായർ മടങ്ങിയത്. ആനയ്ക്കപ്പുറം കുമാരൻ നായർക്ക് ഒരു മൃദംഗവും ഇല്ല എന്നുള്ളതാണ് സത്യം. സംഗീതം കുമാരൻ ഒക്കെ എവിടെയോ, മൃദംഗവും സംഗീതവും ഒക്കെ കുമാരൻ നായർ എവിടെയോ വിസ്മൃതിയിലാക്കി, എവിടെയോ പോയി. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ആരും അന്വേഷിച്ചില്ല. സംഗീത കോളേജിൻ്റെ 25ാം വാർഷിക ഉദ്ഘാടനവും കച്ചേരിയും യേശുദാസിൻ്റെ. അദ്ദേഹം മദ്രാസിൽ നിന്ന് വന്നത് എന്താ പറയുക, മിക്സർ അടക്കമുള്ള എല്ലാ സൗണ്ട് സിസ്റ്റവുമായിട്ടാണ് യേശുദാസ് വന്നത്. കാരണം അത്രയും പ്രശസ്തനായല്ലോ. ശരിക്കും പറഞ്ഞാൽ ശ്രോതാക്കളെ മാത്രമല്ല, ഈ സംഗീത കോളേജിലെ മുഴുവൻ ആൾക്കാരെയും ഞെട്ടിച്ചുകൊണ്ട് മനോഹരമായ സംഗീത കച്ചേരി നടത്തി അദ്ദേഹം. മാസം ഭക്ഷണത്തിനായി ഞാൻ നേരത്തെ പറഞ്ഞില്ല, 30 രൂപ വേണം. പഠനത്തിനിടയ്ക്ക് എങ്ങനെ ഒപ്പിക്കാമെന്ന് യേശുദാസ് ആലോചിച്ചു. അത് അവസാനം ചെന്ന് നിന്നത് ആൾ ഇന്ത്യ റേഡിയോയിൽ കോൺട്രാക്റ്റ് കിട്ടിയാൽ, ലളിതഗാനം പാടാനുള്ള കോൺട്രാക്റ്റ് കിട്ടിയാൽ 30 രൂപയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രതാപികൾ വാഴുന്ന ഭക്തിവിലാസം ബംഗ്ലാവിൽ ലളിതഗാന ഓഡിഷന് യേശുദാസ് അപേക്ഷിച്ചു.
ക്രിസ്ത്യൻ പയ്യനായതുകൊണ്ട് തഴഞ്ഞു. കാരണം അവിടെ ഇരിക്കുന്ന എല്ലാം വരേണ്യവർഗത്തിലുള്ള ആൾക്കാരാണ്. സർ സി പിയുടെ കാലം ഒക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഭക്തിവിലാസം വരേണ്യവർഗത്തിൻ്റെ താവളമായിരുന്നു എന്ന് തന്നെ പറയാം. ഒരാഴ്ചയോ എന്തോ കഴിഞ്ഞപ്പോൾ ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്നു. റിപ്പോർട്ട് അയച്ചു കൊടുത്തു. യുവർ സൗണ്ട് ഈസ് നോട്ട് സൂട്ടബിൾ, യുവർ സൗണ്ട് ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ ഫോർ റെക്കോർഡിംഗ് എന്നായിരുന്നു മറുപടി. നിങ്ങളുടെ ശബ്ദം റെക്കോർഡിങ്ങിന് പറ്റുന്നതല്ല, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ARൽ പാടിക്കാൻ കൊള്ളില്ല എന്നാണല്ലോ മെസ്സേജ്. 1962 ചെന്നൈയിൽ ആകാശവാണി ദക്ഷിണ മേഖല ശാസ്ത്രീയ ഗാന ആലാപനം മത്സരം വെച്ചു. 3 വർഷം യേശുദാസ് തുടർച്ചയായി മത്സരത്തിൽ പങ്കെടുത്തു. ഈ 3 വർഷവും സമ്മാനാർഹമായ ഒരാളും പാടിയതിൽ ക്വാളിറ്റിയുള്ള ഒന്നും ഇല്ലായിരുന്നു എന്നായിരുന്നു വിധികർത്താക്കൾ എഴുതിയത്. പക്ഷേ യേശുദാസിന് മനസ്സിലായി ഈ 3 വർഷവും വിധി നിർണ്ണയം നടത്താത്തത് ഞാൻ പാടുന്നതുകൊണ്ടാണെന്ന് യേശുദാസിന് മനസ്സിലായി. അദ്ദേഹം 4-ാം വർഷം മത്സരത്തിൽ നിന്ന് മാറി നിന്നു. സമ്മാനാർഹർ ആ വർഷം ഉണ്ടായി. തനിക്കും ഒരു നാൾ വരുമെന്ന് അന്ന് യേശുദാസ് മനസ്സിൽ കുറിച്ചിട്ടിരിക്കാം. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഗാനമേള നടക്കുകയാണ്. ആദ്യ ഗാനമേള തുടങ്ങാനായിട്ട് കർട്ടൻ ഉയർന്നു. യേശുദാസ് നോക്കുമ്പോൾ കാണുന്നത് മുന്നിൽ ARൻ്റെ മിക്സറും മൈക്കും ഒക്കെ AR എന്നെഴുതിയ ഇതൊക്കെ എല്ലാം പച്ചുപിടിപ്പിച്ച് റെക്കോർഡ് ചെയ്യാനായിട്ട് യേശുദാസിൻ്റെ ഗാനമേള റെക്കോർഡ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ യേശുദാസിൻ്റെ ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. തൻ്റെ പെർമിഷൻ ഇല്ലാതെ തൻ്റെ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാൻ പാടില്ല, എടുത്തു മാറ്റാൻ യേശുദാസ് നിർദ്ദേശിച്ചു. തലകുനിച്ച് ചമ്മി AR എല്ലാം എടുത്ത് മാറ്റി സ്ഥലം വിട്ടു. ഒരു അതിശയോക്തി ഇല്ലാതെ പറയാം, യേശുദാസിൻ്റെ ഒരു ലളിതഗാനം ARൽ പാടാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ എത്ര കാലം ദാസേട്ടൻ്റെ പുറകെ നടന്നിട്ടുണ്ടെന്ന് പറയാം. എന്നിട്ടാണ് അദ്ദേഹം പാടിയത്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ഒരാളെയും നമ്മൾ തള്ളിപ്പറയരുത്. ആരെവിടെ വെച്ച് അവർക്കൊരു ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ തൈക്കാട് ഭാരത് ഭവൻ, ഇപ്പോൾ സിനിമാക്കാരോ നാടകക്കാരോ കലാകാരന്മാരോ ആര് മരിച്ചാലും ഇപ്പോൾ ഡെഡ് ബോഡി കൊണ്ടുവയ്ക്കുന്ന, അവസാനമായി പ്രണാമം അർപ്പിക്കാനായിട്ട് കൊണ്ടുവയ്ക്കുന്ന ഭാരത് ഭവനിലാണല്ലോ. നല്ല ഓഡിറ്റോറിയം ഉണ്ടല്ലോ, അവിടെയാണ് എല്ലാവർക്കും വരാനും സൗകര്യമുണ്ട്. അപ്പോൾ ആ ഭാരത് ഭവൻ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് മ്യൂസിക് കോളേജിൻ്റെ പ്രിൻസിപ്പളായ ചെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യരുടെ ഒഫീഷ്യൽ താമസ സ്ഥലം. അതിൻ്റെ റോഡിൻ്റെ എതിർവശത്ത് നിങ്ങളൊക്കെ കണ്ടിരിക്കും MG രാധാകൃഷ്ണൻ്റെ മേടയിൽ ബംഗ്ലാവ്. MG രാധാകൃഷ്ണൻ MG ശ്രീകുമാറിനും ഓമനക്കുട്ടി ടീച്ചർക്കും ഉള്ള കുടുംബ വീട്. ഇപ്പോൾ അത് MG ശ്രീകുമാറിൻ്റെയും കൂടി റൈറ്റ് ഓമനക്കുട്ടി ടീച്ചറുടെ മകളോ മകൾ വാങ്ങി. അപ്പോൾ ഇപ്പോൾ MG ശ്രീകുമാറിന് ഇനി ആ ബിൽഡിങ്ങിൽ യാതൊരു ബന്ധവുമില്ല. അവിടെ MG രാധാകൃഷ്ണൻ്റെ വീട്ടുകാർക്കും ഓമനക്കുട്ടി ടീച്ചറിൻ്റെ വീട്ടുകാർക്കും ആ കെട്ടിടത്തിലുള്ളൂ. അവിടെ MG രാധാകൃഷ്ണൻ റോഡെന്നുള്ള ഇതൊക്കെ വച്ചിട്ടുണ്ട്. അതിൻ്റെ മലബാർ ഗോപാലപിള്ള എന്ന് പറഞ്ഞ എന്താ പറയുക, ഗോപാലപിള്ളയുടെ മക്കളാണല്ലോ അവരെല്ലാം. യേശുദാസിൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് മലബാർ ഗോപാലൻ നായർ. ഈ വീടിനോട് ചേർന്ന് ഒരമ്പലമുണ്ട്. ചെറിയ അമ്പലമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ മേടയിൽ ബംഗ്ലാവ് വലുതാക്കിയപ്പോൾ അമ്പലവും വലുതാക്കി. ഇനി മേടയിൽക്കാരാണ് ചെയ്തു കൊടുത്തതെന്ന് എനിക്കുണ്ട്. കാരണം ആ വീടിൻ്റെ പ്രൗഢിക്കനുസരിച്ച് ഇപ്പോൾ അമ്പലവും വലുതായി. ഉച്ചാളിയമ്മൻ കോവിലെന്നാണ് ആ അമ്പലത്തിനെ അറിയുന്നത്. സായാഹ്ന പൂജ നടക്കുന്ന സമയമാകുമ്പോൾ അവിടെ ഭക്തിഗാനങ്ങളിടും. കാർ ഷെഡിലിരുന്ന്, അതിൻ്റെ നേരെ എതിർവശത്തുള്ള ഭാരത് ഭവൻ്റെ ആ കെട്ടിടമാണല്ലോ, അവിടെ കാർ ഷെഡ് പൊളിച്ചു കളഞ്ഞു ഇപ്പോൾ. അപ്പോൾ കാർ ഷെഡിലിരുന്ന് ബോറടിപ്പിക്കാതിരിക്കാൻ യേശുദാസ് ഇറങ്ങി ഉച്ചാളിയമ്മൻ ദേവിയെ നോക്കി എതിർവശത്തുള്ള മതിൽ ചാരി നിൽക്കുമായിരുന്നു. ഒരു നാൾ ഗായകന് ചിക്കൻ പോക്സ് പിടിച്ചു. പഠനം ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് കൊച്ചിയിലേക്ക് മടങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിന് തോന്നിയത് ഉച്ചാളിയമ്മൻ ദേവി അനുഗ്രഹിച്ചു എന്നാണ്. കാരണം പൊയ്ക്കോളൂ, നിൻ്റെ സംഗീത പഠനത്തിൽ ഞാൻ സംപ്രീതയായി എന്ന് ഉച്ചാളിയമ്മൻ അനുഗ്രഹിച്ചതാവും എനിക്ക് വന്ന ചിക്കൻ പോക്സ് എന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചത്. അദ്ദേഹം കൊച്ചിയിലേക്ക് മടങ്ങി. നമുക്ക് ചരിത്രത്തിൻ്റെ കഥ പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് യേശുദാസ് ആദ്യമായി പാടിയ പാട്ട് എന്ന് കേട്ടാൽ നമ്മൾ തന്നെ ഒരു പ്രോഗ്രാം ചെയ്തല്ലോ. കാൽപ്പാടുകൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഗുരുദേവൻ്റെ ജാതിഭേദം മതദ്വേഷമാണ് അദ്ദേഹം പാടിയത്. അതാണല്ലോ ചരിത്രം. പക്ഷേ യേശുദാസ് ആദ്യമായി പാടിയ പാട്ട് ഏത് എന്ന് ചോദിച്ചാൽ 1948 8-ാം വയസ്സിൽ ഇന്ത്യ സ്വതന്ത്രമായതിൻ്റെ 1-ാം വാർഷികത്തിന് എറണാകുളം TDM ഹാളിൽ ഗാന്ധിജിയെ പ്രകീർത്തിച്ച് പാടിയ ഒരു പാട്ടുണ്ട് യേശുദാസ്.
വന്ദേ മാതരം വാഴ്ത്തിയ മുനിയെ, പാരിൽ വൻ പുകഴ് കൊണ്ട കൃപാനിധിയെ എന്നായിരുന്നു അതിലെ ആദ്യത്തെ വരികൾ. ഇതാണ് ആദ്യമായിട്ട് യേശുദാസ് മൈക്കിന് മുന്നിൽ പാടിയ പാട്ട്. അത് കഴിഞ്ഞ് കുട്ടികളെ വളർത്താൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരിക്കും ഒരു ആശ്രമത്തിൽ കൊണ്ടാക്കിയിരുന്നു നമ്മുടെ MK അർജുനൻ മാഷിനെയും അദ്ദേഹത്തിൻ്റെ സഹോദരനെയും. അങ്ങനെ ആശ്രമ ജീവിതമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് സംഗീത പഠനമൊക്കെ കഴിഞ്ഞ് MK അർജുനൻ പള്ളുരുത്തിയിലുള്ള സ്വന്തം വീട്ടിലെത്തി. പത്രത്തിൽ വന്ന ഒരു വിപ്ലവ ധ്വനിയുള്ള കവിത അർജുനൻ മാഷ് വെറുതെ ട്യൂൺ ചെയ്ത് നോക്കി. ട്യൂണൊക്കെ ഇട്ടപ്പോൾ കൊള്ളാം, പക്ഷേ ഇത് പാടാൻ ഒരാൾ വേണം. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെ മൂത്ത മകൻ പാടും എന്നാരോ പറഞ്ഞറിയാം എന്ന് പറഞ്ഞു. അർജുനൻ മാഷ് ചോദിച്ചു, കാർന്നൂർ വിടുമോ? യേശുദാസിൻ്റെ അച്ഛൻ വിടുമോ എന്നാണ് ചോദിച്ചത്. കാർന്നൂർ വിടുമോ എന്ന് കേട്ടു. പക്ഷെ വിട്ടു. യേശുദാസ് വന്നു. അന്ന് കേരളത്തിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒന്നുമില്ല. ഫോർട്ട് കൊച്ചിയിലെ ഇലഞ്ഞിക്കൽ തറവാടിൽ വെച്ച് ഗ്രണ്ടിങ് റെക്കോർഡിൽ പാടിച്ചാണ് അത് റെക്കോർഡ് ചെയ്തത്. ഇതാണ് യേശുദാസിൻ്റെ ശബ്ദം ആദ്യമായി റെക്കോർഡ് ചെയ്ത അനുഭവം. അഭയം എന്ന് പറഞ്ഞ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിലൊരു മനോഹരമായ പാട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അക്ഷരത്തെറ്റില്ലാതെ സ്ഫുടതയോടെ പറയാനറിയില്ല. ശ്യാമമമ്പരം നിതാ കോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധ ക്ലേശ രോമന്ധം മമ സ്വന്തം എന്നൊക്കെയാണ് വരികൾ. എനിക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല. 1970 അഭയം എന്ന സിനിമയ്ക്കായി ദക്ഷിണാമൂർത്തി സംഗീതം ചെയ്ത് യേശുദാസ് പാടിയതാണ് ഈ പാട്ട്. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റേതായിരുന്നു ഈ കവിത. പക്ഷേ നമ്മൾ ഈ ശ്രാന്തമമ്പരം എന്നുള്ള പാട്ട് ഇത് കണ്ടിട്ട് നിങ്ങളത് കേട്ടു നോക്കി. നമുക്ക് വരി വായിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ദാസേട്ടൻ എത്ര മനോഹരമായാണ് ആ പാട്ട് പാടിയിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കണം. എല്ലാ അക്ഷരവും തെളിഞ്ഞു കേൾക്കുന്ന ഉച്ചാരണശുദ്ധി, അതാണ് യേശുദാസ് എന്ന് പറഞ്ഞ ഗായകൻ്റെ, ഗന്ധർവ ഗായകൻ്റെ മികവ്. കരം, അധികരം, ഘോഷം, മൃദു, അനുനാസികം എന്നിവയുടെയൊക്കെ ഉച്ചാരണത്തിൽ വരേണ്ട വ്യത്യാസം നന്നായി ശ്രദ്ധിക്കുന്ന ഗായകൻ ആര് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പത്മശ്രീ അല്ലെങ്കിൽ പത്മവിഭൂഷൺ യേശുദാസ് തന്നെയാണ്. കടുകെട്ടിയായ അക്ഷരങ്ങളെപ്പോലും മ്യൂസിക്കലാക്കാൻ കഴിയുന്ന വൈഭവം ദാസേട്ടനുണ്ട്. ഈണമിട്ട് പാടി നോക്കിയിട്ട് സംഗീത സംവിധായകൻ മാറ്റണമെന്ന് ഗാനരചയിതാവിനോട് പറയുന്ന വാക്കുകൾ പോലും തൻ്റെ മാന്ത്രിക ആലാപന ശൈലിയിൽ പ്രത്യേക സൗന്ദര്യം നൽകാൻ കഴിയുന്ന സിദ്ധി ഈ ഗായകന് എന്താ പറയുക പ്രത്യേകതയാണ്, ഈ ഗായകൻ്റെ പ്രത്യേകതയാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിത പാടി മനോഹരമാക്കി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേട്ട ഞാൻ പറഞ്ഞ പാട്ട്. കൊച്ചിൻ അമച്വർ ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരള ഫൈൻ ആർട്സ് ഹാളിൽ യേശുദാസിനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനമേള നടക്കുകയാണ്. പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ജ്ഞാനപീഠം ജേതാവ് ജി ശങ്കരക്കുറുപ്പ് സ്റ്റേജിലേക്ക് വന്നു. ഇന്നത്തെ ഗാനമേളയുടെ സംഘാടകർ പാവനമായൊരു കർമ്മം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഇത്രമാത്രം മധുരമുള്ളൊരു കാര്യം ഞാൻ നടത്തിയിട്ടില്ല, എന്നുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടില്ല. ഞാനും നിങ്ങളും ലോകമെമ്പാടുമുള്ള മലയാളികളും സ്നേഹഭാജനമായി കരുതുന്ന ശ്രീ യേശുദാസിനെ ഗാനതിലകം എന്ന ബഹുമുദ്ര നൽകി ആദരിക്കാൻ സംഘാടകർ തീരുമാനിച്ചിരിക്കുന്നു. ഗാനതിലകം വിനയസമ്പന്നനായ യേശുദാസിൻ്റെ മഹത്വത്തെ അദ്ദേഹത്തിൻ്റെ കിന്നരത്തൊപ്പിയിൽ ചാർത്തപ്പെടുന്ന ഈ പൊന്നിൻ തൂവൽ കൂടുതൽ ബലപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി യേശുദാസിനെ ഗാനതിലകം യേശുദാസായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തെ ഗാനഗന്ധർവൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. മഹാകവിയുടെ ഈ ബഹുമാന്യമായ പ്രയോഗം ഗാനഗന്ധർവൻ എന്നുള്ള പ്രയോഗം യേശുദാസിന് പിന്നീട് ലഭിച്ച നൂറുകണക്കിന് പുരസ്കാരങ്ങൾക്കും ബഹുമതികൾക്കും മേലെ നിൽക്കുന്നു. അത്രയ്ക്ക് ചാരുതയുള്ള, അർഹതയുള്ള, ഇമ്പമുള്ള വിശേഷണമായി ഗാനഗന്ധർവൻ എന്ന മഹാകവിയുടെ പ്രയോഗം ഇന്നും നിലനിൽക്കുന്നു. നമ്മൾ പത്മവിഭൂഷൺ, പത്മശ്രീ, പത്മഭൂഷൺ എന്നൊന്നും യേശുദാസിൻ്റെ അല്ലെങ്കിൽ ഡോക്ടർ KJ യേശുദാസ് എന്നൊക്കെ വളരെ അപൂർവമായല്ലേ പറയൂ. എല്ലാവരും പറയുന്ന ഗാനഗന്ധർവൻ എന്ന്, യേശുദാസ് എന്ന് പോലും പറയണ്ട. കൊച്ചുകുട്ടിയോട് പോലും ഇപ്പോൾ ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞത് യേശുദാസാണ്. മഹാകവി ജി ശങ്കരക്കുറുപ്പാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത്. എനിക്ക് ഇനിയും ഒരു മനുഷ്യജന്മം കിട്ടുകയാണെങ്കിൽ അണ്ണൻ്റെ, അതായത് യേശുദാസിൻ്റെ ശബ്ദം കിട്ടണമെന്ന ഒരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ എന്നാണ് മരിക്കുന്നതുവരെയും SP ബാലസുബ്രഹ്മണ്യം പറയുമായിരുന്നത്.
ജന്മനാ അന്ധനായ ആളായിരുന്നല്ലോ സംഗീത സംവിധായകൻ രവീന്ദ്ര ജെയിൻ. യേശുദാസിനെ കൊണ്ട് മനോഹരമായ ഒരു പിടി ഹിന്ദി ഗാനങ്ങൾ പാടിച്ച, മലയാളത്തിൽ സുജാത അടക്കമുള്ള സിനിമകളുടെ സംഗീത സംവിധായകനായിരുന്ന രവീന്ദ്ര ജെയിനോട് ഒരിക്കൽ ആരോ ചോദിച്ചു, ഭഗവാൻ നേരിട്ട് വന്ന് കാഴ്ചശക്തി തന്നാൽ ആദ്യം കാണേണ്ടത് ആരെയെന്ന് ചോദിച്ചു. ഒന്നും മടിക്കാതെ, ആലോചിക്കാതെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ യേശുദാസിൻ്റെ മുഖം എന്നായിരുന്നു ഉത്തരം. എനിക്ക് ആദ്യമായി കാഴ്ച കിട്ടിയാൽ ആദ്യം കാണേണ്ടത് യേശുദാസിൻ്റെ മുഖമാണ് എന്ന് പറഞ്ഞ ആളാണ് രവീന്ദ്ര ജെയിൻ. അപ്പോൾ കേരളത്തിലെ ഉദയ സ്റ്റുഡിയോ പ്രതാപത്തിലേക്ക് വരുന്ന കാലം, വെട്ടൊന്ന് മുറിരണ്ടാണല്ലോ കുഞ്ചാക്കോ. അദ്ദേഹത്തിൻ്റെ ചില കടുംപിടുത്തങ്ങളും ശീലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഉദയയുടെ ഒരു പുതിയ പ്രോജക്റ്റ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നത് ഉദയയിലിരുന്ന് കമ്പോസ് ചെയ്യണം. അങ്ങനെ ഉദയ നിർമ്മിക്കുന്ന പുതിയ സിനിമ ഉമ്മ എന്ന് പറഞ്ഞ സിനിമയുടെ പാട്ട് കമ്പോസ് ചെയ്യാനായി ജി ദേവരാജൻ മാഷിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉദയയിൽ വന്നിരുന്ന് കമ്പോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് MS ബാബുരാജ് ഉമ്മയുടെ പാട്ടുകൾ ചെയ്തത്. ഇപ്പോൾ കദളിവാഴ കയ്യിലിരുന്ന് കാക്ക ഇന്ന് വിരുന്ന് വിളിച്ചു എന്നുള്ള പാട്ടടക്കം ഉമ്മയ്ക്ക് വേണ്ടി ബാബുരാജ് ചെയ്ത പാട്ട് വലിയ വിജയമായി, പടവും സൂപ്പർ ഹിറ്റായി. അടുത്ത ചിത്രം ഉദയ ചെയ്യുന്നത് ഭാര്യയാണ്. ഉമ്മയിലെ പാട്ട് ഉദയയിൽ വന്നിരുന്ന് കമ്പോസ് ചെയ്ത് വലിയ ഹിറ്റാക്കിയിട്ട് പോലും എന്തുകൊണ്ടോ ഭാര്യയുടെ പാട്ടുകൾ ചെയ്യേണ്ടത് ദേവരാജൻ മാഷാണെന്ന് കുഞ്ചാക്കോ ശടിച്ചു. ദേവരാജൻ മാഷ് പറഞ്ഞു, ഞാൻ കൊല്ലത്ത് ഇരുന്ന് ഇത് കമ്പോസ് ചെയ്യാം. ദേവരാജൻ മാഷ് സമ്മതിച്ചു. റെക്കോർഡിങ് മദ്രാസിൽ നടത്താം. ഓക്കെ. ദേവരാജൻ്റെ ആദ്യത്തെ ഉദയ ചിത്രമാണ് ഈ പറഞ്ഞ ഭാര്യ. പാട്ടെഴുതാൻ വന്ന വയലാർ ഒരു പയ്യനെയും കൂട്ടിയാണ് വന്നത്. ഇവൻ അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെ മകനാണ്. ചില പടങ്ങളിലൊക്കെ പാടി, ഇയാളെ നമുക്ക് രക്ഷപ്പെടുത്തണം. അപ്പോൾ അക്കാലത്ത് ദേവരാജൻ മാഷ് സംഗീതം കൊടുക്കുന്ന പാട്ടുകളെല്ലാം പാടുന്നത് AM രാജയാണ്. ഉദയയിൽ പോകുമ്പോൾ ദേവരാജൻ മാഷ് യേശുദാസിനെയോടെ കൂട്ടി, നല്ല ശബ്ദം, നല്ല ശരീരം, ഒരു പാട്ട് ഈ പയ്യന് കൊടുക്കാം. കുഞ്ചാക്കോയോട് ദേവരാജൻ മാഷ് നിർദ്ദേശിച്ചു. കുഞ്ചാക്കോ ഒതുങ്ങിയില്ല. കുഞ്ചാക്കോ പറഞ്ഞു, അത് വേണ്ട, അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ദേവരാജൻ മാഷാണെങ്കിൽ കർക്കശക്കാരാണ്, പക്ഷേ കുഞ്ചാക്കോയുടെ മുന്നിൽ അത് നടക്കില്ല. വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ദേവരാജൻ മാഷ് അടുത്ത നമ്പർ ഇട്ടു. ഒരു കത്തോലിക്ക പയ്യനാണ്, ഒന്ന് രക്ഷപ്പെടുത്തണം. അതൊരു കെണിയായിരുന്നു. കത്തോലിക്ക പയ്യൻ എന്ന് പറഞ്ഞാൽ കുഞ്ചാക്കോ വീഴുമെന്ന് വിചാരിച്ചു. അവസാനം ഇങ്ങനെയും കൂടെയൊക്കെ പറഞ്ഞപ്പോൾ അതിലെ പഞ്ചാര പാലുമിഠായി എന്നുള്ള പാട്ടിൽ 3-4 പേര് കോറസ് പാടുന്ന ഒരു പാട്ടാണ്. അതിൽ 4 പേര് പാടാൻ വരാം എന്ന് പറഞ്ഞതിൽ ഒരാൾ സമയത്തിനെത്തിയില്ല. അങ്ങനെ ആ പാട്ട് ആ കോറസിൽ യേശുദാസും കൂടെ പാടി. അങ്ങനെയാണ് ഉദയയിൽ ആദ്യമായിട്ട് യേശുദാസ് പാടുന്നത്. പടം ഷൂട്ടിങ്ങും ഡബിങ്ങും എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് റെഡിയായി വന്നപ്പോൾ ഒരു പാട്ടിൻ്റെ കുറവുണ്ട്, ഒരു അത്യാവശ്യം. ഇവിടെ ഒരു പാട്ട് വേണം. അപ്പോൾ ആ പാട്ട് ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്തപ്പോൾ PB ശ്രീനിവാസനെ കൊണ്ട് പാടിക്കണം. പക്ഷെ അദ്ദേഹത്തിന് എന്തോ സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. അവസാനം ദേവരാജൻ മാഷിൻ്റെ നിർബന്ധം കൊണ്ട് കുഞ്ചാക്കോ സമ്മതിച്ചു, അത് യേശുദാസ് പാടട്ടെ എന്ന്. ദയാപരനായ കർത്താവേ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണേ, മണ്ണിനോട് യാത്ര പറഞ്ഞു മക്കളെ വിട്ടു പിരിഞ്ഞു, മാനത്തുയർന്നു മാടപ്രാവിനി മടങ്ങിയെത്തുകയില്ല എന്നുള്ള ഒരു എന്താ പറയുക, ക്രിസ്ത്യൻ ഭക്തിഗാനമെന്നോ അല്ലെങ്കിൽ വിരഹഗാനമെന്നോ ഒക്കെ പറയുന്ന പാട്ട്. ഞാൻ ഇന്നലെ രാത്രി ഇത് എഴുതിയെടുക്കാനായിട്ട് വീട്ടിലിട്ടപ്പോൾ സിന്ധു ചൂടായി. കാരണം ഈ മരിക്കുന്ന സമയത്തിരുന്ന പാട്ടല്ലേ, പാതിരാത്രി ഇരുന്ന് മരിക്കുന്ന ഈ പാട്ടൊക്കെയാണോ ഇടുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പിന്നെ ശബ്ദം കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ആ പാട്ട് പാടാനുള്ള ഭാഗ്യം നെറുക്ക് യേശുദാസിന് വീണു. അപ്പം ഭാര്യ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പെരിയാറേ പർവ്വതനിരയുടെ പനിനീര എന്നുള്ള പാട്ടായിരിക്കും, AM രാജ പാടിയ. പക്ഷേ ദയാപരനായ കർത്താവേ എന്നുള്ള പാട്ട് കാലാതിവർത്തിയായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇതോടെ ഉദയയുടെ ആസ്ഥാന ഗായകനായി യേശുദാസ് മാറി എന്ന് പറയാം. 1976 ബോംബെ ഷൺമുഖാനന്ദ ഹാളിൽ പുതുമയാർന്നൊരു പ്രോഗ്രാം നടന്നു. അവിടുത്തെ മലയാളി അസോസിയേഷനിൽ വർഷം തോറും നടത്തുന്ന പ്രോഗ്രാമുകളിലൊന്നാണ്. ഒരു ഗാനരചയിതാവ് ഒരു പാട്ടിൻ്റെ ചരണം എഴുതും. അത് അവിടെ വെച്ച് സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ സംഗീത സംവിധായകൻ അതിന് സംഗീതം കൊടുക്കും. സംഗീതം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ വാദ്യോപകരണങ്ങൾ വായിക്കുന്നവർക്ക് നൊട്ടേഷൻ കൊടുക്കും. അതെല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഗായകൻ നേരിട്ട് സ്റ്റേജിൽ നിന്ന് ആ പാട്ട് പാടും. അങ്ങനെ ബോംബെ മലയാളികളെ വിസ്മയിച്ച പാട്ടാണ് 1000 അജന്ത ചിത്രങ്ങളിൽ ആ മഹാബലിപുര ശില്പങ്ങളിൽ
നമ്മുടെ മോഹങ്ങൾ ജന്മാന്തരങ്ങളായി സംഗീതം ആലപിച്ചു, സംഗമ സംഗീതം ആലപിച്ചു. ഓർമ്മയില്ലേ, നിനക്കൊന്നും ഓർമ്മയില്ലേ എന്നുള്ള പാട്ട്. എം ജി സോമനും മിഥുബാലയും പ്രധാന വേഷം ചെയ്ത ഈ ഗാനം ശംഖുപുഷ്പം എന്ന ബേബിയുടെ സിനിമയിലായിരുന്നു. യേശുദാസ് പാടി, എം കെ അർജുനൻ സ്റ്റേജിൽ അത്ഭുതം സൃഷ്ടിച്ചതുപോലെ തന്നെ പാട്ടും സൂപ്പർ ഹിറ്റായി. ആദ്യകാലത്ത് യേശുദാസിന് ലഭിച്ച ഗാനങ്ങളൊക്കെ അപ്രധാനങ്ങളായിരുന്നു. എ എം രാജയും പി ബി ശ്രീനിവാസനും ഉദയഭാനുവും കമുകറ പുരുഷോത്തമനുമായിരുന്നു പ്രതാപികളായി നിലനിന്നിരുന്നത്. കാൽപ്പാടുകളിൽ നിർമ്മാതാവ് രാമൻ നമ്പ്യത്ത് ഉദയഭാനുവിനോട് ഒരു അഭിപ്രായം ചോദിച്ചു. ഒരു ശ്ലോകം ആ പയ്യൻ നന്നായിട്ട് പാടി, ജാതിഭേദ മതദ്വേഷം എന്നുള്ള ശ്ലോകം നന്നായിട്ട് പാടി. താങ്കൾ പാടേണ്ട ആ യുഗ്മഗാനമില്ലേ, ശാന്തപ്പി നായരുമായിട്ട് പാടാനുള്ള, അതെ, ആ പാട്ടും കൂടി ഈ പയ്യന് കൊടുക്കട്ടെ. ഒരു മടിയുമില്ലാതെ ഉദയഭാനു പറഞ്ഞു, കൊടുത്തോളൂ. അങ്ങനെയാണ് ശാന്തപ്പി നായരുമായി ചേർന്ന് അറ്റൻഷൻ പെണ്ണെ എന്നുള്ള പാട്ടും കൂടി കാൽപ്പാടുകളിൽ പാടിയത്. യേശുദാസിൻ്റെ എന്നത്തെയും സൂപ്പർ ഹിറ്റായ 3 ഗാനങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് തുടക്കകാലത്ത് കിട്ടിയ റോസി എന്ന് പറഞ്ഞ സിനിമയിലെ അല്ലിയാമ്പൽ കടവിലെ അരയ്ക്കും വെള്ളം, ഭാർഗവി നിലയത്തിലെ താമസമന്തേ വരുവാൻ, കാട്ടുപൂക്കളിലെ മാണിക്യ വീണയുമായൻ, മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ, ഈ 3 പാട്ടുകളാണ് എന്താ പറയുക തുടക്കകാലത്ത് അദ്ദേഹം ഏറ്റവും ജനപ്രിയത ആർജിച്ച 3 പാട്ടുകളെന്ന് പറയാം. 1964 ഭാർഗവി നിലയത്തിലെ താമസമന്തേ വരുവാൻ ബാബുരാജായിരുന്നു സംഗീതം. 1965 വന്ന ജോബ് മാസ്റ്ററുടെ അല്ലിയാമ്പൽ കടവിലെ അരയ്ക്കുവെള്ളവും ദേവരാജൻ മാഷിൻ്റെ മാണിക്യവീണയുമായും യേശുദാസ് എന്ന പിന്നണി ഗായകൻ്റെ കുതിപ്പിന് കാരണഭൂതമായി എന്ന് പറഞ്ഞാൽ ദാസേട്ടൻ പോലും നിഷേധിക്കും തോന്നില്ല. അല്ലിയാമ്പൽ കടവ് പാടേണ്ടിയിരുന്നത് ഉദയഭാനു സാറാണ്. ആസ്മയുടെ പ്രശ്നം കാരണം 3 തവണ റെക്കോർഡിംഗ് മാറ്റിവെച്ചു. തുടക്കക്കാരനായ യേശുദാസിനോട് ഈ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഉദയഭാനു ചേട്ടൻ്റെ പാട്ടല്ലേ, ഞാൻ പാടില്ല എന്നാണ് യേശുദാസ് പറഞ്ഞത്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ എപ്പോൾ ചാടി വീണു എന്ന് ചോദിച്ചാൽ മതി. പ്രൊഡക്ഷൻ മാനേജർ പി ജെ ആൻ്റണിയോട് യേശുദാസ് എന്നൊരു പയ്യനുണ്ട്, നന്നായി പാടും, വിളിച്ചു പാടിക്കുക എന്ന് ഉദയഭാനു പറഞ്ഞിട്ടും യേശുദാസ് വഴങ്ങിയില്ല. പാട്ട് പിറ്റേന്ന് ചിത്രീകരിക്കണം. ഉദയഭാനു തന്നെ പറഞ്ഞു, ദാസേ പാടിക്കോളൂ എന്ന്. മദ്രാസിൽ എഴുതി, മദ്രാസിൽ സംഗീതം നൽകി, മദ്രാസിൽ തന്നെ റെക്കോർഡ് ചെയ്ത്, മദ്രാസിൽ തന്നെ ഷൂട്ട് ചെയ്ത് സെൻസർ ചെയ്ത് കേരളത്തിൽ വരുന്ന ഒരു സിനിമയുടെ ഒരു പാട്ട് അല്ലെങ്കിൽ ആ സിനിമ ഏത് തരത്തിലായി എന്ന് അധികം പേരും അറിയാറില്ല. അപ്പോൾ ഏതോ ഒരു ബന്ധുവിനെ യാദൃച്ഛ്യമായി കണ്ടപ്പോൾ അല്ലിയാമ്പൽ കടവിൽ അരയ്ക്ക് വെള്ളം എന്ന് പറഞ്ഞൊരു മനോഹരമായ പാട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ആ യേശുദാസ് പാടിയത് എന്ന് പറയുമ്പോഴാണ് ഉദയഭാനു അറിയുന്നത് ഞാൻ നിരസിച്ച പാട്ട് ദാസ് പാടി മനോഹരമാക്കിയെന്ന്. താൻ റിഹേഴ്സലിലൊക്കെ പങ്കെടുത്ത ശേഷം സ്വയം പിന്മാറി യേശുവിന് കുറിവീണ ആ പാട്ട് സൂപ്പർ ഹിറ്റ്, എക്കാലത്തെയും സൂപ്പർ ഹിറ്റാണ് ആ പാട്ട്. മലയാള സിനിമാ ഗാനങ്ങളിൽ ഇല്ലാതിരുന്ന സ്ഫുടത, ഉച്ചാരണശുദ്ധി, ഇതായിരുന്നു യേശുദാസിൻ്റെ വിജയം. റെക്കോർഡിങ്ങിനായി യേശുദാസ് സ്റ്റുഡിയോയിൽ വന്നാൽ രസകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം റെക്കോർഡിങ്ങിനായി സ്റ്റുഡിയോയിൽ വന്നാൽ എല്ലാവരെയും വിഷ് ചെയ്യും. എന്നിട്ട് കൺസോളിൽ കയറിയിരുന്ന് ട്രാക്ക് കേൾക്കും. സ്റ്റുഡിയോക്കുള്ളിലെ വോയിസ് റൂമിൽ പോയിരിക്കും. സംഗീത സംവിധായകൻ വന്ന് പാട്ട് പഠിപ്പിക്കും. സ്വന്തം കൈപ്പടയിൽ പാട്ട് എഴുതിയെടുക്കും. വേറെ ഇപ്പോൾ ഗാനരചയിതാവ് എഴുതിയൊന്നും അദ്ദേഹം എടുക്കില്ല. അദ്ദേഹം വലിയ അക്ഷരത്തിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയെടുക്കും. എന്നിട്ട് സംഗീത സംവിധായകനോട് പല്ലവി പാടാൻ പറയും. 2-3 തവണ ആ പല്ലവി കേട്ടിരിക്കും. ചെറുതായി കൂടെ പാടും. സംശയമുള്ളവ ചോദിക്കും. ഇവിടെയാണോ ഉച്ചസ്ഥായിയിൽ വരേണ്ടത് എല്ലാം ചോദിക്കും. അതിനിടയിൽ അദ്ദേഹം പാട്ട് പഠിച്ചിരിക്കും. എന്നിട്ട് ചെറിയ ശബ്ദത്തിൽ പാടി നോക്കും. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ചലനം, ഓരോ പാട്ട് പാടുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ചലനം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ തിളങ്ങും. വരികളുടെ മുകളിൽ വലുതായിട്ട് നൊട്ടേഷൻ എഴുതും. നൊട്ടേഷൻ എഴുതുന്നത് ചുവന്ന മഷി കൊണ്ടായിരിക്കും. പിന്നെ ചരണം പാടി പഠിക്കും. 15 മിനിറ്റിനുള്ളിൽ, അങ്ങേ അറ്റ പോയ 15 മിനിറ്റ് അതിനുള്ളിൽ പാട്ട് പഠിച്ചിരിക്കും. മെയിൻ ഹാളിൽ മൈക്കില്ലാതെ ഓർക്കസ്ട്രയ്ക്കൊപ്പം ഒരു റിഹേഴ്സൽ. എന്നിട്ട് മോണിറ്റർ നോക്കും. ഫൈനൽ ടേക്കിന് മുമ്പ് കൺസോളിൽ നിൽക്കുന്ന ആവശ്യമില്ലാത്ത എല്ലാവരുടെയും പുറത്തു പോകാൻ പറയും. പുറത്താക്കും എന്ന് പറയുന്നതായിരിക്കും ശരി. പല നിർമ്മാതാക്കളെയും അങ്ങനെ പുറത്താക്കിയിട്ടുണ്ട്. സ്വന്തം കൈപ്പടയിൽ എഴുതും മുമ്പ് അദ്ദേഹം പേപ്പറിൻ്റെ മുകളിൽ എന്താണെന്തോ ഒരു ചെറിയ വര ഇങ്ങനെ വരയ്ക്കും. അത് ചിലപ്പോൾ ഏതെങ്കിലും ദൈവത്തിന് സമർപ്പിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ പാടുന്നതിന് മുമ്പ് അദ്ദേഹം വെള്ളം കുടിക്കാറുണ്ട്. സമഹാൻ എന്ന് പറഞ്ഞ പൊടി
ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചിരുന്നു ആദ്യകാലത്തൊക്കെ. ഇതിലും രസകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മിക്കവാറും അദ്ദേഹം വരുന്നത് മുണ്ടും ജുബ്ബയും ഇട്ടിട്ടായിരിക്കും. പക്ഷെ പാടാൻ തുടങ്ങുന്നതിന് മുമ്പ് മുണ്ട് മടക്കി കുത്തും, മൈക്രോഫോൺ സ്വയം അഡ്ജസ്റ്റ് ചെയ്യും. തരങ്ങണിയിലാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു കാല് പൊക്കി വയ്ക്കും, ഒരു പടിയുടെ മോളി വയ്ക്കും പോലെ ഒരു കാല് പൊക്കി വെച്ച് നിന്നാണ് മുണ്ട് മടത്തി കുത്തി നിന്ന് പാടുന്നത്. റെക്കോർഡിസ്റ്റിനോട് അകത്തേക്ക് നോക്കി പോട് എന്ന് പറയും, തമിഴിലാണ് പറയുന്നത്. ഇട് എന്ന് പറയുന്നതിനൊരു പോട്. ആദ്യം പല്ലവി കേൾക്കും, ഒരു വാട്ടി കൂടി എന്ന് വീണ്ടും പറയും. തേക്ക് പോകലാമാ എന്ന് കേൾക്കും. അപ്പോൾ അകത്തുനിന്ന് പോലാം എന്ന് പറഞ്ഞാൽ ഓക്കെ പാടും. ഇവിടെ തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്ത് സുബ്രഹ്മണ്യ ശർമ്മ എന്ന് പറഞ്ഞൊരു വയലിനിസ്റ്റുണ്ട്. അദ്ദേഹം സ്വാതിരുന്നാൾ കോളേജിൽ വയലിൻ പഠിച്ച് അവിടുത്തെ അധ്യാപകനായ ആലപ്പുഴക്കാരനാണ്. യേശുദാസിൻ്റെ കച്ചേരിക്ക് 1964 മുതൽ വായിച്ചു തുടങ്ങി അദ്ദേഹം. 48 വർഷം അദ്ദേഹം യേശുദാസിൻ്റെ കച്ചേരികൾക്ക് വയലിൻ വായിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ മഹാദേവ ശർമ്മയാണ് യേശുദാസിനൊപ്പം വയലിൻ വായിച്ചത്. ആദ്യമായി കച്ചേരിക്ക് വരുമ്പോഴാണ് അറിയുന്നത് കോളേജിലെ വയലിൻ അധ്യാപകനാണ് ഇദ്ദേഹമെന്ന്. തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ട മൈതാനത്ത് സർക്കാരിൻ്റെ ഓണാഘോഷം നടക്കുന്നു. മക്കളെയും കൊണ്ട്, ഒരു മോളും ഒരു മോനുമാണ്, മക്കളെയും കൊണ്ടാണ് സുബ്രഹ്മണ്യ ശർമ്മ അന്ന് കച്ചേരിക്ക് വന്നത്. 5 വയസ്സുള്ള മഹാദേവ ശർമ്മയോട് യേശുദാസ് ചോദിച്ചു, അമ്പി നീ എന്നേക്ക് എനിക്ക് വാസിക്ക പോറേ എന്ന് ചോദിച്ചു. നീ എന്നാണ് എനിക്ക് വേണ്ടി വയലിൻ വായിക്കുന്നതെന്നാണ് ചോദിച്ചത്. പെരുസായിട്ട് വാസിപ്പേ എന്ന് 5 വയസ്സുള്ള കുട്ടി പറഞ്ഞു. അത് ഞാൻ വലുതായിട്ട് വായിക്കാം, നിറയെ സാധകം പണണം, പെരിയവനായിട്ടാണ് എൻ കൂടെ താൻ വാസിക്കണം. അതായത് നീ വലിയവനായാൽ എൻ്റെ കൂടെ തന്നെ വയലിൻ വായിക്കണം. 1992 ആദ്യമായി മഹാദേവ ശർമ്മ യേശുദാസിന് വേണ്ടി വയലിൻ വായിച്ചു. സംസ്ഥാനത്തെ, ഇതൊരു വലിയ അറിവാണ്, സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കേരള സംഗീത നാടക അക്കാദമി ചെയർമാനായിരുന്നു യേശുദാസ്. 1971 മെയ് 13 സർക്കാർ നിയമിക്കപ്പെടുമ്പോൾ ഇദ്ദേഹത്തെ സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ യേശുദാസിൻ്റെ പ്രായം 31 വയസ്സാണ്. യുവ കലാകാരൻ്റെ നിയമനം കേരളത്തിലെ പത്രങ്ങൾ ആഘോഷിച്ചു. യുവാവായ അക്കാദമി ചെയർമാൻ്റെ നിയമനം സംഗീത നാടക അക്കാദമിക്ക് കാര്യക്ഷമത നൽകുമെന്ന് ജനവും പ്രതീക്ഷിച്ചു. അന്നത്തെ ഹോം സെക്രട്ടറി പത്മ രാമചന്ദ്രൻ്റെ ഒരു ഫോൺ വിളി വന്നതല്ലാതെ സർക്കാരിൻ്റെ ഉത്തരവൊന്നും യേശുദാസിന് ലഭിച്ചില്ല. യേശുദാസിൻ്റെ നിയമനത്തെ താപ്പാനകൾ തുരങ്കം വയ്ക്കാൻ തുടക്കത്തിലേ കളി നടത്തിയിരുന്നു. ഉത്തരവ് കിട്ടാത്തതിനാൽ അക്കാദമിയുടെ ആദ്യ ജനറൽ എക്സിക്യൂട്ടീവ് ബോഡിക്ക് യേശുദാസ് വന്നില്ല. ആദ്യമായി ചെയർമാനായ ശേഷമുള്ള ആദ്യത്തെ മീറ്റിങ്ങിന് ചെന്നില്ല. ചെയർമാൻ ഇല്ലാതെ യോഗം നടന്ന വിവരം പത്രങ്ങൾ വലിയ വാർത്തയാക്കി. ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ഉത്തരവിറങ്ങി. തങ്ങളുടെ പ്രിയപ്പെട്ട ഗായകൻ ചെറുപ്പത്തിൽ ലഭിച്ച പദവി കൊച്ചിക്കാർ ആഘോഷിച്ചു. 1971 ആഗസ്റ്റ് 22 ഗാനഗന്ധർവനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഫോർട്ട് കൊച്ചിയിലെ വീട്ടിൽ നിന്നും ടൗൺ ഹാൾ വരെ അലങ്കരിച്ച വാനിൽ നിരവധി കാറുകളുടെ അകമ്പടിയോടെ ആനയിച്ചു. സുകുമാർ അഴീക്കോടും അടൂർ ഭാസിയും ഹർഷം മാസ്റ്ററും ഒക്കെ ആ അനുമോദന യോഗത്തിൽ സംസാരിച്ചു. പ്രസംഗത്തിൽ യേശുദാസിൻ്റെ നിയമനം അക്കാദമിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുവെന്ന് പ്രാസംഗികരെല്ലാവരും പറഞ്ഞു. നാടകവും കലയും ജീവശ്വാസമാക്കിയ തൻ്റെ പിതാവ് ഈ കാഴ്ച കാണാൻ ഇല്ലാതെ പോയല്ലോ എന്നതായിരുന്നു സങ്കടത്തോടെ യേശുദാസ് പറഞ്ഞത്. അർഹതയുള്ള കലാകാരന്മാരെ ആദരിക്കാനായി സ്വർണ്ണ മെഡൽ ഏർപ്പെടുത്താൻ യേശുദാസ് തീരുമാനിച്ചു. സ്വന്തം കയ്യിൽ നിന്ന് 7000 രൂപ മുടക്കി മെഡലുകളുണ്ടാക്കി. സർക്കാർ ആ പണം മടക്കിത്തരും എന്ന് അക്കാദമി സെക്രട്ടറി ഉറപ്പും കൊടുത്തു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അക്കാദമിയുടെ നിലവാരം ഉയർത്താനോ എന്തെങ്കിലും ഫലപ്രദമായി ചെയ്യാനോ സർക്കാരിന് താല്പര്യമില്ലായിരുന്നുവെന്ന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ യേശുദാസിന് മനസ്സിലായി. എല്ലാവർക്കും സർക്കാർ ചെലവിൽ സൂഹിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നല്ല യാത്രാവൃത്ത വാങ്ങണം. സഖി കേട്ട് സംഗീത നാടക അക്കാദമി ചെയർമാനായ യേശുദാസ് രാജിവെച്ചു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരിൽ നിന്നും സംഗീതം പഠിക്കണം എന്ന വലിയ ആഗ്രഹം യേശുദാസിന്. സത്യത്തിൽ ഇന്നത്തെ കാലത്ത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ പോലുള്ള മതേതരവാദികൾ ജീവിച്ചിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ പരിചയമുള്ള TV ഗോപാലകൃഷ്ണനെയും ജയവിജയകുമാരിയും കൂട്ടി മൈലാപ്പൂരിൽ സാന്തോം കച്ചേരി റോഡിലെ ചെമ്പൈയുടെ വസതിയിൽ യേശുദാസ് ചെന്നു.
അപ്പോൾ എന്താ പറയുക, ടി വി ഗോപാലകൃഷ്ണനെ ചെമ്പൈക്ക് പരിചയമുണ്ട്. അപ്പോൾ യേശുദാസിനോട് ചോദിച്ചു, എന്താ പേര്? യേശുദാസ്. ഓ, ദൈവത്തിൻ്റെ പേരാണല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. എന്തു വേണം? എനിക്ക് അങ്ങയിൽ നിന്നും സംഗീതം പഠിക്കണം. നല്ല കാര്യം, വന്നോളൂ. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഒരു 2 കണ്ടീഷൻ അദ്ദേഹം പറഞ്ഞു. 1, ഗുരുദക്ഷിണ തരാൻ പാടില്ല. 2, മദ്യപിക്കാൻ പാടില്ല. 2ഉം യേശുദാസിന് സമ്മതം. അദ്ദേഹത്തിന് ശിഷ്യനാക്കി. ഒരു ജന്മത്തിലേ അല്ല, 1000 ജന്മങ്ങളുടെ പുണ്യം കൊണ്ടാണ് ദാസ് പാടുന്നതെന്ന് പിന്നീട് ശിഷ്യനെ പറ്റി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പറഞ്ഞു. ഒരു ജന്മത്തൊന്നും ഇങ്ങനെ പാടാൻ പറ്റുന്ന ഭാഗ്യം കിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ തൻ്റെ ജന്മദിനത്തിൽ പതിവായി ഗുരുവായൂരിൽ പോയി ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ പാടും. താൻ പറഞ്ഞാൽ ഗുരുവായൂരിൽ യേശുദാസിനെ കയറ്റുമെന്ന് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ വിശ്വസിച്ചു. പാവം, നീ ഗുരുവായൂരിൽ വരിക, ഒരു കച്ചേരിയുണ്ട്, നമുക്ക് 2 ആൾക്കും കൂടി ക്ഷേത്രത്തിനുള്ളിൽ പാടാൻ ഒരവസരം കിട്ടിയിരിക്കുന്നു. ഇത്രയും കൂടി ചെമ്പൈ പറഞ്ഞു. അങ്ങനെ ചെല്ലാമെന്നേറ്റു. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തിലായി യേശുദാസ്. കാരണം ആദ്യമായി ഗുരുവായൂരപ്പനെ കാണാമല്ലോ. ഗുരുവിൻ്റെ പിറന്നാൾ ദിനം ഗുരുവിനൊപ്പം ഗുരുവായൂരപ്പനെ സ്തുതിക്കുക, തൊഴുക. ഗുരുവായൂരിൽ യേശുദാസ് എത്തി. ഗുരുവിനെ കാണാൻ ചെന്നു. ഒരു അംബാസഡർ കാറിൽ ശിഷ്യനെയും കയറ്റി ഗുരു എങ്ങോട്ടോ പോയി. വിജനമായ ഒരു വലിയ പറമ്പിൽ ചെന്നാണ് കാർ നിന്നത്. പുല്ലും പടർപ്പുമുള്ള ഒരു വഴിയിലൂടെ ചെമ്പൈ നടന്നു, പിന്നാലെ ശിഷ്യനും. ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിട അവശിഷ്ടങ്ങൾക്ക് മുന്നിലാണ് ആ യാത്ര നിന്നത്. നോക്കുമ്പോഴാണ് യേശുദാസ് മനസ്സിലാക്കുന്നത് അതൊരു ക്ഷേത്രമായിരുന്നു, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുക. ചെമ്പൈ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി മനമുരുകി പ്രാർത്ഥിച്ചു. ശിഷ്യനോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പാർത്ഥസാരഥിയാണ്, ഗുരുവായൂരപ്പന് സമം. 2 പേരും പ്രാർത്ഥിച്ച് മടങ്ങി. വൈകുന്നേരം കച്ചേരിക്ക് സമയമായപ്പോൾ ചെമ്പൈ പറഞ്ഞു, ദാസേ, നമുക്ക് അമ്പലത്തിൻ്റെ മുന്നിൽ പാടിയാലോ? പുറത്ത്. നമുക്ക് അമ്പലത്തിൽ കയറി എന്തിനാ പാടണം? നമുക്ക് അമ്പലത്തിൻ്റെ പുറത്ത് പാടാം. നീ വന്നിട്ടുള്ളത് കൊണ്ട് ഒരുപാട് പേർ കച്ചേരി കേൾക്കാനായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പുറത്താകും സൗകര്യം. യേശുദാസിന് കാര്യം മനസ്സിലായി. കാരണം അകത്ത് കയറാൻ ചെമ്പൈയല്ല, സാക്ഷാൽ ഗുരുവായൂരപ്പൻ പറഞ്ഞാലും മതഭ്രാന്തന്മാർ കേൾക്കില്ല എന്ന് യേശുദാസിന് മനസ്സിലായി. പക്ഷെ അദ്ദേഹം പറയുന്നത് സിനിമാ പിന്നണി ഗായകൻ യേശുദാസ് ചെമ്പൈയോടൊപ്പം പാടാമെന്നിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കൂട്ടം. അപ്പോൾ അമ്പലത്തിനകത്ത് പാടിയാൽ അവർക്ക് ആർക്കും കേൾക്കാൻ കഴിയില്ല, നമുക്കതുകൊണ്ട് പുറത്ത് പാടാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേശകളൊക്കെ പിടിച്ചിട്ട് നിരത്തി വെച്ച് താൽക്കാലികമായി ഒരു സ്റ്റേജാക്കി. അവിടെ ഇരുന്ന് ഗുരുവും ശിഷ്യനും കൂടി പാടി കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്ന് മനമുരുകി പാടി എന്ന് പറയാം. KPACയുടെ സ്വാഗത സംഘം ചെയർമാനായിരിക്കുമ്പോൾ എൻ്റെ യേശുദാസിനെ ഞാൻ ഗുരുവായൂരിൽ കയറ്റിയിരിക്കും, അതിനായി ഞാൻ ഗുരുവായൂരിൽ നിരാഹാര സമരം കിടക്കുമെന്ന് വയലാർ പ്രസ്താവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓഡിയോ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിരാഹാരം കിടക്കും, മരിക്കുന്നവരെ നിരാഹാരം കിടക്കും, യേശുദാസിനെ ഞാൻ ഗുരുവായൂരിൽ കയറ്റിയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ നടന്നില്ല. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്വപ്നമായിരുന്നു യേശുദാസിനോടൊപ്പം ഗുരുവായൂരിൽ പാടണം, ദാസിനെ അമ്പലത്തിൽ കയറ്റി ഗുരുവായൂരപ്പനെ കണ്ണിറയെ കാണിക്കണമെന്നത്. വയലാർ ഒരു കാര്യം ചെയ്തു. ഉദയനൻ്റെ മകൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോവും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും എന്നൊക്കെ പറഞ്ഞ് വയലാർ ഒരു പാട്ട് പാടിച്ചിട്ടുണ്ട്. അത് മാത്രമേ നടന്നുള്ളൂ. 1969 ഒക്ടോബർ 20 ബോംബെയിലെ ഷൺമുഖാനന്ദ ഹാളിൽ സംഗീതോത്സവം നടക്കുകയാണ്. യേശുദാസ് ആദ്യമായി ഷൺമുഖാനന്ദ ഹാളിൽ അല്ലെങ്കിൽ ബോംബെയിൽ മലയാളികളുടെ മുന്നിൽ പാടുകയാണ്. സംഘാടകരിൽ ഒരു കൂട്ടർക്ക് താല്പര്യമില്ല. യേശുദാസ് പാടണം, മാപ്പിളയല്ലേ, അയാളൊന്നും ഒന്ന് പാടേണ്ടതല്ല, കാരണം ഇത് ഞങ്ങൾ വരേണ്യവർഗ്ഗക്കാർക്ക് ദൈവം അനുവദിച്ച് തന്നിരിക്കുന്നതാണ് സംഗീതം എന്ന് വിശ്വസിക്കുന്ന ഇപ്പോഴും ഉണ്ടല്ലോ. ഇവിടെ ജനാധിപത്യ ഭരണം വന്നിട്ടും രാജാവ് മഹാറാണി എന്നൊക്കെ വിളിക്കുന്ന നാണം കെട്ട സ്വഭാവക്കാരുണ്ടല്ലോ ഇപ്പോഴും, ഇല്ലേ? അതുപോലെ യേശുദാസിനെ പോലൊരു മാപ്പിളയാണോ ഞങ്ങളുടെ മുന്നിൽ പാടേണ്ടത് എന്ന് വിശ്വസിച്ച ഒരു ചെറിയ പക്ഷം ബോംബെയിലുണ്ടായിരുന്നു. പ്രശസ്തർ പാടിയ സ്റ്റേജാണത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ശുപാർശ ചെയ്തതിനാൽ യേശുദാസിനെ ഒഴിവാക്കാനും ആവില്ല. MS ഗോപാലകൃഷ്ണൻ വയലിൻ, TV ഗോപാലകൃഷ്ണൻ മൃദംഗം, ആലക്കുടി രാമചന്ദ്രൻ ഘടം. ചെമ്പൈ ആണെങ്കിൽ മുന്നിൽ വന്നിരിപ്പുണ്ട്. യേശുദാസ് പാടുന്ന സ്റ്റേജിൻ്റെ മുൻനിരയിൽ തന്നെ ചെമ്പൈ ഇരിപ്പുണ്ട്. കച്ചേരി തീരാറായപ്പോൾ തൻ്റെ സഹായിയെ വിളിച്ച് വീട്ടിൽ പോയി ശൃംഗേരി ശാരദാ മഠാധിപതി വിദ്യാതീർത്ഥ ശങ്കരാചാര്യർ
എന്നെ അണിയിച്ച ആ വിശേഷ പൊന്നാട എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. വിശേഷ പൊന്നാട അണിയിച്ച് ആലിംഗനം ചെയ്താണ് എന്താ പറയുക ശിഷ്യനെ ഗുരു സ്വീകരിച്ചത്. സംഗീതരാജൻ എന്നാണ് ഷൺമുഖാനന്ദ ഹാളിൽ വച്ച് യേശുദാസിനെ ചെമ്പൈ വിളിച്ചത്. ആ സന്തോഷം, അദ്ദേഹം പറഞ്ഞ ആ സന്തോഷ വാക്കുകൾ കേട്ട് യേശുദാസിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. വിശേഷ പൊന്നാട യേശുവിനെന്ന് അദ്ദേഹം എഴുതി രജിസ്റ്റർ ചെയ്തു. ഈ പൊന്നാട യേശുദാസിനാണ് എന്നെഴുതി രജിസ്റ്റർ ചെയ്തു. യേശുദാസിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ദിവസമായിരുന്നു അത്. തൃപ്പൂണിത്തുറ RLVയിൽ പഠിക്കുമ്പോൾ മാപ്പിളയ്ക്ക് എങ്ങനെ സംഗീതം വരുമെന്ന് ചോദിച്ച അധ്യാപകൻ്റെ സമുദായത്തിൽപ്പെട്ടവർ നിറഞ്ഞ സദസ്സിലുള്ളപ്പോൾ അതേ മതത്തിൽപ്പെട്ട സംഗീത ഭീഷ്മാചാര്യൻ പൊന്നാട ചാർത്തി ആലിംഗനം ചെയ്ത് സംഗീതരാജൻ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ അതിലപ്പുറം എന്ത് ഭാഗ്യം ഇനി വേണം ഇല്ലേ? 1974 ഒക്ടോബർ 16 ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ 78ാമത്തെ വയസ്സിൽ വിട പറഞ്ഞു. ഹൈദരാബാദിൽ നിന്നും ബോംബെക്ക് പറക്കുകയായിരുന്നു അപ്പോൾ ഗാനഗന്ധർവൻ. വിവരമറിഞ്ഞ ശിഷ്യൻ പറഞ്ഞു, ഇന്ത്യക്ക് മഹാനായ കലാകാരൻ നഷ്ടമായി, സംഗീത ലോകത്തിൻ്റെ സൂര്യപ്രഭ നഷ്ടമായി, എനിക്കെൻ്റെ സ്നേഹനിധിയായ പിതാവും നഷ്ടമായി. അർത്ഥശങ്കയ്ക്കിടയില്ലാതെയാണ് അദ്ദേഹം പറയുന്നത്. എനിക്കെൻ്റെ സ്നേഹനിധിയായ പിതാവും നഷ്ടമായി. അവസാന പിറന്നാളിന് ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ പാടാനായില്ല ഗുരുവിന്. അത് ഞാൻ കാരണമാണല്ലോ എന്നത് വലിയ സങ്കടമായി. പാലക്കാട്ട് കോട്ടായി ഗ്രാമത്തിൽ ചെമ്പൈ സ്മാരകവും ശില്പവും ഗുരുവിൻ്റെ സ്മരണയ്ക്കായി യേശുദാസ് പണിത് നൽകി. 1965 രസകരമായ അടുത്തൊരു കാര്യമാണ്. ഏതെല്ലാം ജീവിതത്തിൽ ഏതെല്ലാം വഴികളിലൂടെ യേശുദാസ് കടന്നുപോയി എന്നാലോചിക്കുമ്പോൾ അദ്ദേഹം ചില നേരങ്ങളിൽ കാണിക്കുന്ന പ്രവൃത്തികൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ലുബ്ധങ്ങൾ അറിയുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം ആരെയും സഹായിച്ചില്ല എന്ന് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് അരിശം വരുമെങ്കിലും അദ്ദേഹം കടന്നുപോയ വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു എന്നുള്ളതാണ് സത്യം. 1965 ഫെബ്രുവരി 3 അദ്ദേഹത്തിൻ്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫ് മരിച്ചു. അച്ഛൻ മരിക്കുമ്പോൾ 6000 രൂപയുടെ കടക്കാരനായിരുന്നു. ആശുപത്രിയിൽ 800 രൂപ അടച്ചാലേ ബോഡി വിട്ട് കിട്ടും. 800 രൂപ അടയ്ക്കണം. 1965 ഇന്നത്തെ എത്രായിരം രൂപയെന്ന് ആലോചിച്ച് നോക്കൂ. ബില്ലിൽ ഒരു കുറവും വരുത്തില്ല എന്ന് ആശുപത്രിക്കാർ പറഞ്ഞു. വിതുമ്പിപ്പോയി ഗാനഗന്ധർവൻ. ഇത്തിരി പാട്ടൊക്കെ പാടി വരുന്ന സമയമാണെങ്കിൽ പോലും കയ്യിൽ കാശില്ല. അദ്ദേഹം പി ഭാസ്കരൻ മാഷിനെ കണ്ടു. അദ്ദേഹം കാശ് കൊടുത്തു. കിൽപോക്ക് ശ്മശാനത്തിൽ അഗസ്റ്റിൻ ജോസഫിനെ അടക്കി. വർഷങ്ങൾക്ക് ശേഷം യേശുദാസ് ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുകയാണ്. ഇക്കോണമി ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരാളെ എവിടെയോ യേശുദാസിന് നല്ല പരിചയം. അദ്ദേഹം എന്തോ തിരിഞ്ഞു നോക്കിയപ്പോൾ സാധാരണ സീറ്റിലൊരു ഇരിക്കുന്നൊരു മനുഷ്യനെ എവിടെയോ കണ്ട പരിചയം. പെട്ടെന്ന് അദ്ദേഹം ആളിനെ ഓർമ്മിച്ചെടുത്തു. അഗസ്റ്റിൻ ജോസഫ്, എൻ്റെ അച്ഛൻ മരിച്ച പൂനമല്ലിയിലെ ആശുപത്രിയുടെ ഉടമസ്ഥനാണ് എൻ്റെ പുറകിൽ സാധാരണ സീറ്റിലിരിക്കുന്നത്. 800 രൂപയ്ക്ക് വേണ്ടി അപ്പൻ്റെ മൃതദേഹം പിടിച്ചു വെച്ചയാൾ. യേശുദാസ് എണീറ്റ് ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങളുടെ ആശുപത്രിയിലാണ് എൻ്റെ പിതാവ് മരിച്ചത്. യേശുദാസിൻ്റെ പരിഹാസത്തിൻ്റെ അർത്ഥം ഡോക്ടർക്ക് എന്തായാലും പിടികിട്ടി കാണും. യേശുദാസിൻ്റെ അനുജൻ ആൻ്റണി തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ആൻ്റണിയോടൊപ്പമാണ് യേശുദാസിൻ്റെ അമ്മ താമസിച്ചിരുന്നത്. അവിടെ വെച്ച് അവർ അസുഖബാധിതയായി ആശുപത്രിയിലായി. 1984 മെയ് 31 കോസ്മോപൊളിറ്റൻ ആശുപത്രിയിലായിരുന്നു അവരുടെ അന്ത്യം. 50,000 രൂപ ആശുപത്രിയിൽ കെട്ടാനുണ്ട്, ബില്ല് കെട്ടാനുണ്ട്. അമ്മയുടെ മൃതദേഹം കൊണ്ടുപോയിക്കോളൂ, ബില്ലിനെ പറ്റിയൊന്നും ഇപ്പോൾ തല പുകയ്ക്കണ്ട, അതൊക്കെ പിന്നെ സംസാരിക്കാം എന്നതായിരുന്നു ആശുപത്രിക്കാരുടെ സമീപനം. 800 രൂപയ്ക്ക് പിടിച്ചു വെച്ച കാലത്ത് നിന്ന് യേശുദാസ് എന്ന് പറഞ്ഞൊരു വലിയ മഹാപ്രസ്ഥാനമായി വളർന്നപ്പോൾ 50,000 രൂപയുടെ ബില്ലൊക്കെ പിന്നെ അടയ്ക്കാം, താങ്കൾ ബോഡി കൊണ്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ആ ആനുകൂല്യം കൈപ്പറ്റണ്ട എന്ന് യേശുദാസ് തീരുമാനിച്ചു. പണം അടച്ച് ബോഡി എടുത്ത് അദ്ദേഹം കൊച്ചിക്ക് കൊണ്ടുപോയി. അച്ഛൻ രോഗബാധിതനായപ്പോൾ തിരിഞ്ഞു നോക്കാത്ത അച്ഛൻ്റെ സുഹൃത്തുക്കൾ അമ്മ മരിച്ചപ്പോൾ നീ എൻ്റെ കൂട്ടുകാരൻ്റെ മകനല്ലേ എന്ന് ചോദിച്ചതുമൊക്കെ യേശുദാസിന് കാണേണ്ടി വന്നു. കൃത്രിമ സ്നേഹമാണ് അതൊക്കെ. എന്താ പറയുക, കാലാകാലങ്ങളിൽ അപ്പ കാണുന്നതിന് അപ്പ എന്ന് വിളിക്കുന്ന ക്യാരക്ടറുകളാണ് സത്യത്തിൽ ഭൂരിപക്ഷം മലയാളിക്ക്. യേശുദാസ് എപ്പോഴും ഒരു പേഴ്സ് കൊണ്ട് നടക്കുന്ന ആളാണ്. 2 or 3 നോട്ടുകൾ ആ പേഴ്സിനകത്തുണ്ടാവും. എപ്പോഴും അതിൽ ഒരു 20 രൂപ മാറ്റി വച്ചിട്ടുണ്ട്. മദ്രാശിയിൽ പോകാൻ
അച്ഛൻ്റെ സുഹൃത്ത് കരുവേലിപ്പടി മത്തായി എന്ന ടാക്സി ഡ്രൈവറിൽ നിന്നും വാങ്ങിയ 16 രൂപയുടെ ഓർമ്മയ്ക്കാണ് ഈ 20 രൂപ പേഴ്സിൽ വച്ചിരിക്കുന്നത്. കൊച്ചി മദ്രാസ് ടിക്കറ്റിന് അന്ന് 12 രൂപയാണ്. അപ്പോൾ 16 രൂപ ഈസി ആയിട്ട് മദ്രാസിൽ പോയിട്ട് വരാം. 16 കഴിച്ച് ബാക്കി 4 രൂപ ലാഭം എന്നാണ് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരോട് ഈ 20 രൂപ കഥ പറയാറ്. 1961 നവംബർ 14 കാൽപ്പാടുകളിലാണല്ലോ അദ്ദേഹം പാടി തുടക്കം കുറിച്ചത്. 10 വർഷം കഴിഞ്ഞ് 1971 നവംബർ 14 കൊച്ചിയിലെ കലാഭവൻ സംഗീത മത്സരം വെച്ചു. യേശുദാസിൻ്റെ സിനിമാ ജീവിതത്തിലെ 10 വർഷം ആഘോഷിക്കാനായിട്ട്. ക്ലാസിക്കൽ മ്യൂസിക്കിന് രാധാകൃഷ്ണൻ എന്ന കുട്ടിക്കായിരുന്നു 1ാം സമ്മാനം. ജഡ്ജിയായി വെള്ള വേഷത്തിൽ സ്റ്റേജിൻ്റെ മുന്നിലിരുന്ന് മാർക്കിടാനായിട്ട് യേശുദാസ് ഇരുന്നിരുന്നു. യേശുദാസ് ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് കിട്ടിയ രാധാകൃഷ്ണൻ്റെ നിർവൃതി പറഞ്ഞറിയിക്കേണ്ട എന്ന് ഞാൻ പറയണ്ടല്ലോ. അന്ന് തന്നെ ഫൈൻ ആർട്സ് ഹാളിൽ ഗാനമേളയുണ്ട് കലാഭവൻ്റെ നേതൃത്വത്തിൽ. ക്ലാസിക്കൽ മത്സരത്തിൽ 1ാം സമ്മാനം ലഭിച്ച കുട്ടിയായ രാധാകൃഷ്ണന് ഒരു പാട്ട് പാടാനുള്ള അവസരവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കലാഭവൻ്റെ എല്ലാമായ ആബേലച്ചൻ രാധാകൃഷ്ണനെ യേശുദാസിന് പരിചയപ്പെടുത്തി. രാധാകൃഷ്ണൻ യേശുദാസിൻ്റെ അനുഗ്രഹം വാങ്ങി. അദ്ദേഹം ചോദിച്ചു, ഏതാ പാടുന്ന പാട്ട് എന്ന് ചോദിച്ചു. ഞാൻ പാടുന്നത് കുമാരസംഭവത്തിലെ പൊൽത്തിങ്കൽ കല പൊട്ടുതൊട്ട ഹിമവൽ, ആ പാട്ടാണ് പാടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഹാർമോണിയം എടുത്തു വെച്ച് സംഗതികൾ പഠിപ്പിച്ചു കൊടുത്തു രാധാകൃഷ്ണന്. രാധാകൃഷ്ണൻ മനോഹരമായി ആ പാട്ട് പാടി. വീണ്ടും 10 വർഷം കഴിഞ്ഞു. 1981 നവംബർ 14 പയ്യനിപ്പോൾ ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ കുട്ടി ഇപ്പോൾ ഒരു സംഗീത സംവിധായകനാണ്. നിങ്ങൾക്കെല്ലാവർക്കും മലയാളികൾക്ക് അറിയാമായിരിക്കും. ഭക്തിഗാന കാസറ്റുകളിൽ മനോഹരമായ പാട്ടുകൾ ഉണ്ടാക്കിയ TS രാധാകൃഷ്ണനാണ് ഈ കുട്ടി രാധാകൃഷ്ണൻ. ഉണ്ണി ആറന്മുളയുടെ എതിർപ്പുകൾ എന്ന സിനിമയുടെ സംഗീത സംവിധായകനായി മാറുകയാണ് TS രാധാകൃഷ്ണൻ. മമ്മൂട്ടിയും ഉർവശിയുമാണ് പ്രധാന വേഷം ചെയ്യുന്നത്. അതിലൊരു പാട്ട് യേശുദാസ് പാടണമെന്ന് TS രാധാകൃഷ്ണന് വലിയ ആഗ്രഹം. എറണാകുളത്ത് കച്ചേരിക്ക് വന്ന യേശുദാസിനെ TS രാധാകൃഷ്ണൻ അച്ഛനും കൂടി പോയി കണ്ട് കാര്യം പറഞ്ഞു. അതിനെന്താ, ഞാൻ വരാം എന്ന് പറഞ്ഞു. യേശുദാസ് സ്ട്രൈറ്റായിട്ട് ആ പാട്ട് പാടി. ഉണ്ണി ആറന്മുളയായിരുന്നു എതിർപ്പുകളിലെ പാട്ടുകൾ എഴുതിയിരുന്നത്. മനസ്സൊരു മായാപ്രപഞ്ചം, അതിൽ 1000 അവ്യക്ത ചിത്രങ്ങൾ വരയ്ക്കുന്നു മായ്ക്കുന്നു കാലം. എനിക്ക് പാടാൻ അറിയാത്തതുകൊണ്ടാണ്. നല്ല മനോഹരമായ പാട്ടാണ്. വീണ്ടും 5 വർഷം കഴിഞ്ഞു പോകുന്നു. TS രാധാകൃഷ്ണൻ്റെ സംഗീതത്തിൽ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എഴുതിയ പാട്ടുകൾ തരങ്ങണിക്കായി ചെയ്യുന്നു. ഗുരുവായൂരപ്പൻ്റെ ഭക്തിഗാനമാണ് ചെയ്യുന്നത്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം എന്നുള്ള ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ പാട്ടിനെ അതിൻ്റെ 1000 ഇരട്ടി 10 മടങ്ങ് മനോഹരമാക്കി TS രാധാകൃഷ്ണൻ സംഗീതം കൊടുത്തു. പക്ഷേ ട്രാക്ക് ഇട്ടൊക്കെ വച്ചെങ്കിലും ഓരോരോ തിരക്കുകളും കാരണങ്ങളും കാരണം 5 വർഷത്തോളം ആ ട്രാക്ക് അവിടെ തന്നെ ഇരുന്നു. യേശുദാസിന് പാടാൻ കഴിഞ്ഞില്ല. അമ്പലങ്ങളിലൊക്കെ ഈ പാട്ട് ഉള്ള കാസറ്റ് തുളസി തീർത്ഥം ഒരു ട്രെൻഡായി മാറി. പിന്നീട് യേശുദാസിൻ്റെ ഗാലാലാപനത്തിൻ്റെ 50 വർഷം ആഘോഷിക്കുന്ന സമയത്ത് TS രാധാകൃഷ്ണൻ്റെ മുന്നിലിരുന്ന് ഏഷ്യാനെറ്റിലൂടെ യേശുദാസ് വീണ്ടും പാടി ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ എന്നുള്ള പാട്ട്. ശിവഭഗവാന് വേണ്ടി തരങ്ങണി ഇറക്കിയ ഗംഗാതീർത്ഥം, അത് RK ദാമോദരൻ്റെ വരികൾക്ക് TS രാധാകൃഷ്ണനായിരുന്നു സംഗീതം. അത് കഴിഞ്ഞ് അയ്യപ്പ ഭക്തിഗാനം ചെയ്തു. അതും RK ദാമോദരൻ എഴുതി. RK ദാമോദരൻ എഴുതി TS രാധാകൃഷ്ണൻ സംഗീതം കൊടുത്തതായിരുന്നു. അപ്പോൾ തരങ്ങണിയിൽ മദ്രാസിൽ യേശുദാസിൻ്റെ വീട്ടിൽ യേശുദാസിന് മാത്രം പാടാനുള്ള ഒരു കൺസോളുണ്ട്. അവിടെ അദ്ദേഹം പാടി. ഈ TS രാധാകൃഷ്ണൻ സംഗീതം നൽകിയ RK ദാമോദരൻ്റെ പാട്ട് പാടി. ഹരിവരാസനം കേട്ടുമയങ്ങിയ ഹരിഹരപുത്ര ഉണരൂ എന്നുള്ള പാട്ട് പാടി. അതിൻ്റെ ഒരു അനുഭൂതിയോടെ നിന്നിട്ട് അദ്ദേഹം താഴെ ഭാര്യയെ പ്രഭചേച്ചിയെ മേളിലേക്ക് വിളിച്ചു. എന്നിട്ട് ആ പാട്ട് കേൾപ്പിച്ചു. ഭാര്യയും ഭർത്താവും ആ പാട്ടിൽ ലയിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ TS രാധാകൃഷ്ണൻ്റെ കണ്ണുകൾ നനഞ്ഞു. ദക്ഷിണാമൂർത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തിഗാനങ്ങൾ സംഗീതം നൽകിയിട്ടുള്ള സംഗീത സംവിധായകൻ TS രാധാകൃഷ്ണനാണ്. സിനിമാ സംവിധായകനാകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ ആളായിരുന്നു യേശുദാസ്. പ്രിയ സഖിക്കൊരു ലേഖനം, ശ്രുതിലയം, ഇങ്ങനെ 2 സിനിമകളുടെ അറ്റംപ്റ്റ് സംവിധാനം ചെയ്യാനായിട്ട് യേശുദാസ് നടത്തി. KSRTC ഉദ്യോഗസ്ഥനായ ഒരു ഗോപാലിന് ഒരു സിനിമ നിർമ്മിക്കണം. അതിനെന്തെങ്കിലും പുതുമ വേണമെന്നുള്ള കാര്യം നിർബന്ധം. ആലപ്പി രംഗനാഥുമായി കാര്യങ്ങൾ ഉറപ്പിച്ചു.
തിരക്കഥ ആലപ്പി രംഗനാഥ് എഴുതും, യേശുദാസ് സംഗീതം ചെയ്യും, യേശുദാസ് സംവിധാനം ചെയ്യും. വിവരം യേശുദാസിനെ അറിയിച്ചു, അദ്ദേഹവും സമ്മതിച്ചു. അമ്പലപ്പുഴ വഴി വരുമ്പോൾ അമ്പലപ്പുഴ കണ്ണൻ്റെ പാൽപ്പായസം വാങ്ങി യേശുദാസ് രംഗനാഥും കൂടി കുടിച്ചു. എന്നിട്ട് കാറിൽ യാത്ര തുടങ്ങുമ്പോൾ ഒരു യുവാവിനെ കണ്ടു. അവനെ അടുത്ത് വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി. ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുന്നു, നിനക്കതിൽ നായകനാകാമോ എന്ന് ചോദിച്ചു. കാരണം ആ സിനിമയ്ക്ക് പ്രിയസഖിക്കൊരു ലേഖനത്തിലെ നായകനാവാൻ പറ്റിയ പയ്യൻ യേശുദാസാണ് ചോദിക്കുന്നത്. ആലോചിക്കുക, ആ പയ്യൻ്റെ ഒരു ഭാഗ്യം. അപ്പോൾ അവൻ സമ്മതിച്ചു. ഇനി നമുക്കൊരു പുതിയ നായികയെ വേണം. അപ്പോൾ ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബിൽ യേശുദാസ് പോകുമ്പോഴൊക്കെ അവിടെ ടെന്നീസ് കളിക്കാൻ വരുന്ന ഒരു പെൺകുട്ടിയെ കാണുമായിരുന്നു. അവളെ പരിചയപ്പെട്ടു. രസം എന്താണെന്ന് ചോദിച്ചാൽ, അവൾ സംസാരിക്കുമ്പോൾ ശരീരം മുഴുവൻ കുലുക്കിക്കൊണ്ടേ സംസാരിക്കൂ. അതാണ് യേശുദാസിന് നോട്ടബിളായത്. സുനന്ദ എന്നായിരുന്നു അവളുടെ പേര്. യേശുദാസ് പറഞ്ഞു, നമുക്ക് ആ ടെന്നീസ് കളിക്കാൻ വരുന്ന സുനന്ദ എന്ന് പറഞ്ഞ കുട്ടിയെ നായികയാക്കാം. 2 പാട്ടുകൾ റെക്കോർഡ് ചെയ്തു. തിരക്ക് കാരണം പലവട്ടം സിനിമ മാറ്റിവെച്ച് ആ സിനിമ നടന്നില്ല. ടെന്നീസ് ക്ലബ്ബിൽ കണ്ടുമുട്ടിയ സുനന്ദ പിന്നെ ബാലചന്ദ്ര മേനോൻ്റെ മണിച്ചിപ്പ് തുറന്നപ്പോൾ എന്ന് പറഞ്ഞ സിനിമയിലെ നായികയായി കാർത്തികയായി മാറി. പിന്നെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, മോഹൻലാലിൻ്റെ ഏറ്റവും നല്ല നായികമാരിൽ ഒരാളായ കാർത്തിക. ആ കാർത്തികയാണ് പുതുമുഖമായി പ്രിയസഖിക്കൊരു ലേഖനത്തിൽ യേശുദാസ് കണ്ടെത്തിയത്. ശ്രുതിലയം ഒരു സംഗീതജ്ഞൻ്റെ കഥയായിരുന്നു. ഷഡ്കാല ഗോവിന്ദമാരാരുടെ കഥ. നെടുമുടിയെ സ്വാതിരുന്നാളാക്കണം. പൊങ്ങച്ചക്കാരനായ ഭാഗവതരായി ജഗദീഷ് കുമാർ, ഷഡ്കാല ഗോവിന്ദമാരാറായി യേശുദാസ് തന്നെ അഭിനയിക്കും. ലാളിത്യമാർന്ന മേഷം. അത് ചെയ്യുന്നതിൽ യേശുദാസിന് വലിയ സന്തോഷമുണ്ടായിരുന്നു. ഷഡ്കാല ഗോവിന്ദമാരാറാകണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ പലവിധ തിരക്കുകൾ കാരണം, പല കാരണങ്ങൾ കൊണ്ട് പടം നടന്നില്ല. ഇതിനിടയിൽ ശങ്കരാഭരണം വിശ്വനാഥിൻ്റെ ശ്രുതി ലയലു എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമ പുറത്തു വന്നു. അതിൽ യേശുദാസ് പാടുകയും ചെയ്തു. പിന്നാലെ 1987 ലെനിൻ രാജേന്ദ്രൻ്റെ സ്വാതി തിരുനാളും കൂടെ വന്നപ്പോൾ ഷഡ്കാല ഗോവിന്ദമാരാരുടെ സിനിമ ചെയ്യുന്നതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടു. ആ പ്രോജക്റ്റ് അവസാനിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് സിനിമ സംവിധാനം ചെയ്യാനുള്ള സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. 1973 അഴകുള്ള സെലീനയിലൂടെ യേശുദാസ് സംഗീത സംവിധായകനായി മാറി. അഴകുള്ള സെലീന എന്ന് പറഞ്ഞ സിനിമയെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നസീർ സാർ നെഗറ്റീവ് വേഷം ചെയ്ത സിനിമയായിരുന്നു. യേശുദാസിനെ അന്ന് പാട്ടിന് കണ്ടക്ട് സഹായിച്ചത് പിന്നീട് സംഗീത സംവിധായകനായി മാറിയ ശ്യാമായിരുന്നു. താജ്മഹൽ നിർമ്മിച്ച രാജശില്പി, പുഷ്പഗന്ധി, സ്വപ്നഗന്ധി, മരാളികെ, ഇവിടുത്തെ ചേച്ചിക്ക് ഇന്നലെ മുതലെടുത്ത ജലദോഷം, ഡാർലിംഗ് നീയൊരു ഡാലിയ തുടങ്ങിയ സൂപ്പർ ഹിറ്റായ പാട്ടുകളായിരുന്നു ഈ പറഞ്ഞ അഴകുള്ള സെലീനിലുണ്ടായിരുന്നത്. വയലാറായിരുന്നു ഗാനരചന. P.A. തോമസിൻ്റെ GSS, MS വിശ്വനാഥൻ, ജോസഫ് കൃഷ്ണ, ആലപ്പി രംഗനാഥ് എന്നിവരോടൊപ്പം 4ാമനായി യേശുദാസും ഒരു പാട്ട് അതിൽ സംഗീതം കൊടുത്തു. ഗാഗുൽത്ത മലകളെ, മരങ്ങളെ, മുൾച്ചെടികളെ, മറക്കുകയില്ല ചരിത്ര സത്യം എന്നുള്ള നല്ല പാട്ടാണത്. അതിനെ GSSൽ ആ പാട്ട് യേശുദാസ് സംഗീതം നൽകി. മധുസാർ, നമ്മുടെ സിനിമാ നടൻ മധുസാർ സംവിധാനം ചെയ്ത തീക്കനലിലെ ആശ്ചര്യ ചൂടാമണി എന്നുള്ള പാട്ട്, മാനത്തെ കനല് കെട്ടു എന്നുള്ള വേറൊരു പാട്ട്, സഞ്ചാരിയിലെ റസൂലെ നിൻ വരവായി, പിന്നെ ശ്യാമധരണിയിൽ എന്ന് പറഞ്ഞ സഞ്ചാരിയിലെ പാട്ടുകൾ. ഇതിൽ ശ്യാമധരണി എന്ന് പറഞ്ഞ പാട്ടിന് ഒരു പ്രത്യേകതയുള്ളത്, തിരുവനന്തപുരത്ത് തരങ്ങിണി സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തിട്ട് ആദ്യമായി റെക്കോർഡ് ചെയ്ത പാട്ട് ഈ സഞ്ചാരിയിലെ ശ്യാമധരണിയിൽ എന്നുള്ള പാട്ടായിരുന്നു. എൻ്റെ JC സാറിൻ്റെ താറാവ് എന്ന് പറഞ്ഞ സിനിമയിലെ തക്കതമുന്തൻ താറാവേ എന്നുള്ള മനോഹരമായ ONV കുറിപ്പ് എഴുതിയ പാട്ട്. പിന്നെ മൗനരാഗം, പൂച്ചയ്ക്കൊരു സന്യാസി, മാളിക പണി എന്നിവർ തുടങ്ങി കുറച്ച് സിനിമകളിൽ അദ്ദേഹം സംഗീത സംവിധായകനായി. കാവ്യമേള, കായംകുളം കൊച്ചുണ്ണി, അനാർക്കലി, പഠിച്ചകളൻ, അച്ചാണി, നിറകുടം, ഹർഷബാഷ്പം, പാതിരാ സൂര്യൻ, റൗഡി രാജമ്മ, കതിർമണ്ഡപം, നന്ദനം, ബോയ്ഫ്രണ്ട്, തെരുവ് നക്ഷത്രങ്ങൾ തുടങ്ങിയ സിനിമകളിൽ യേശുദാസ് അഭിനയിച്ചു. യേശുദാസായിട്ടും യേശുദാസ് അല്ലാതെയും അഭിനയിച്ചു. രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി, പത്മഭൂഷൺ നൽകി, പത്മവിഭൂഷൺ നൽകി. 1980 അണ്ണാമലൈ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകി. 1972 അദ്ദേഹം ആദ്യമായി ഒരു ദേശീയ അവാർഡ് വാങ്ങുന്നത് അച്ഛനും ബാപ്പയിലെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ള പാട്ടിന്. 1973 പത്മതീർത്ഥമേ ഉണരൂ എന്നുള്ള പാട്ടിന്. 1976 ഗോരിത്തര ഗാവ് ബെഡ പ്യാര എന്നുള്ള പാട്ടിന്, ഹിന്ദി പാട്ടിന്. 1982
ആകാശദേശാന എന്നുള്ള മേഘസന്ദേശ എന്നുള്ള സിനിമയിലെ തെലുങ്ക് പടത്തിലെ പാട്ടിന്, 1987 ഉണ്ണികളെ ഒരു കഥ പറയാമെന്നുള്ള പാട്ടിന്, 1991 രാമകഥ ഗാനലയം എന്നുള്ള പാട്ടിന്, 1993 സോപാനത്തിലെ പാട്ടിന്, 2017 വിശ്വാസപൂർവ്വം മൻസൂർ, ഇത്രയും പാട്ടുകൾക്ക് ഏതാണ്ട് 8 തവണ അദ്ദേഹം ദേശീയ അവാർഡ് വാങ്ങി, 25 തവണ സംസ്ഥാന അവാർഡ് വാങ്ങി, 4 തവണ ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ അവാർഡ് വാങ്ങി, 5 തവണ തമിഴ് ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള സംസ്ഥാന അവാർഡ് വാങ്ങി, 3 തവണ കന്നഡ സംസ്ഥാനത്തിൻ്റെ അവാർഡ് വാങ്ങി, 1 തവണ പശ്ചിമ ബംഗാളിൽ നിന്നും അദ്ദേഹം അവാർഡ് വാങ്ങി. 39 പ്രധാനപ്പെട്ട സംസ്ഥാന പുരസ്കാരങ്ങൾ യേശുദാസിനെ തേടി വന്നിട്ടുണ്ട്. പറഞ്ഞു ഒരുപാട് പറഞ്ഞു. പക്ഷേ വേണമെങ്കിൽ ഞാൻ അതിശയോക്തിയോടെ പറയല്ല, യേശുദാസിൻ്റെ ഇത്തരം വിചിത്രമായ കഥകൾ വെച്ച് ഒരു 10 എപ്പിസോഡ് ചെയ്യാനുള്ള വിവരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഇനി ഒരിക്കൽ അത് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് 84 വയസ്സ് തികഞ്ഞ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട പ്രിയപ്പെട്ട ഗായക, എത്രയും വേഗം കേരളത്തിലേക്ക് മടങ്ങി വരൂ. നിങ്ങളുടെ ശിഷ്ട ജീവിതം കേരളത്തിലാകണമെന്ന് എന്നെപ്പോലെ ലക്ഷക്കണക്കിന് പേര് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കെന്തായാലും വലിയ ആഗ്രഹമുണ്ട്. അതും തലസ്ഥാനത്ത്, അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള കാലം തലസ്ഥാനത്ത് ജീവിക്കണം എന്നെനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഒന്നുമില്ലെങ്കിലും ഫോർട്ട് കൊച്ചിയിലെങ്കിലും താങ്കൾ ശിഷ്ടകാലം ജീവിക്കണം. അല്ലാതെ ഡള്ളസിലും ചെന്നൈയിലും ഒന്നുമല്ല താങ്കളുടെ എന്താ പറയുക ഇനിയുള്ള കാലം ജീവിക്കേണ്ടത് എന്ന് മാത്രം ഒരാഗ്രഹം പറഞ്ഞുകൊണ്ട് ഒരുപാട് കാലം ഇനിയും ദാസേട്ടൻ നമ്മളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.